നമസ്കാരം. 8ാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ദ മെർച്ചൻ്റ് ഓഫ് വെനീസ് എന്നുള്ള ചാപ്റ്ററാണ്. അതുകൂടിയാകുമ്പോൾ നിങ്ങളുടെ ഈ ഒരു അക്കാഡമിക് ഇയറിലെ 8th എല്ലാ പോർഷൻസും കഴിയും. സോളിറ്റ്യൂഡ് എന്നുള്ള ചാപ്റ്റർ ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടിയാകുമ്പോൾ എല്ലാ പാഠഭാഗങ്ങളും കഴിയുന്നതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിലിടാനും മറക്കരുത്. അപ്പോൾ ഇത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ദി മെർച്ചൻ്റ് ഓഫ് വെനീസ് എഴുതിയിരിക്കുന്ന ആരാണ്? ദ ഗ്രേറ്റ് ലെജൻഡ് വില്യം ഷേക്സ്പിയർ. വില്യം ഷേക്സ്പിയറിനെ പറ്റി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലേ? അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ കാലയളവ് എന്ന് പറയുന്നത് 1564 മുതൽ 1616 വരെയാണ്. അദ്ദേഹത്തെ വിളിക്കുന്നത് ബാർഡ് ഓഫ് എവൻ എന്നാണ്. സ്ട്രാറ്റ്ഫോർഡ് അപ്പോൺ എവനിലാണ് അദ്ദേഹം ജനിച്ചത്. അതുകൊണ്ടാണ് ബാർഡ് ഓഫ് എവൻ എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹത്തെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യം വരില്ല. ഇംഗ്ലീഷൊക്കെ മെയിൻ എടുത്ത് ഡിഗ്രിയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് പഠിക്കും ഷേക്സ്പിയറിനെ പറ്റി ഒരുപാട്. അപ്പോൾ ഈ ഒരു മെർച്ചൻ്റ് ഓഫ് വെനീസിനെ പറ്റി തുടക്കത്തിലെ ഒരു കാര്യം പറയാനുള്ളത്, ഷേക്സ്പിയർ എഴുതിയിരിക്കുന്ന രീതി ഇതല്ല. അതായത് ഇതിൻ്റെ ഒറിജിനൽ വേർഷൻ ഇങ്ങനെയല്ല. അന്നത്തെ ലാംഗ്വേജ് പ്രകാരം ഓരോരോ സീനായിട്ടും അതുപോലെ ഓരോ ഡയലോഗ്സായിട്ടും ഒക്കെയാണ് അത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ അതിൻ്റെ കഥയുടെ ഒരു രത്ന ചുരുക്കം മാത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഒരു സമ്മറി പോലെ, ഒരു സംഗ്രഹമായിട്ടാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ളത് എന്താണ് ഷേക്സ്പിയർ പറഞ്ഞ കഥ എന്നുള്ള കാര്യം മാത്രമാണ്. അന്നത്തെ ലാംഗ്വേജും ഇന്നത്തെ ലാംഗ്വേജുമായിട്ട് കുറേ വ്യത്യാസമുണ്ട്. അത് എഴുതിയിരുന്ന കാലഘട്ടം ഞാൻ പറഞ്ഞല്ലോ, 1564 മുതൽ 1616 വരെ ആയിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ ഇംഗ്ലീഷിൽ ഇപ്പോഴത്തെക്കാൾ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ദി എന്നും ദൈ എന്നും ഒക്കെ കാണാം. എന്നും നിങ്ങൾക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇങ്ങനെ തന്നിരിക്കുന്നത് നിങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യും എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കാര്യം ഷേക്സ്പിയറിൻ്റെ വർക്കുകളുടെ പ്രത്യേകതയാണ്. വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെ ആകാംക്ഷയോടുകൂടി കേട്ടിരിക്കുന്ന കഥയാണ് അല്ലേ? നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കഥയായിരിക്കും. അത്രയ്ക്കും വളരെ രസകരമായ രീതിയിൽ അദ്ദേഹം അത് ആവിഷ്കരിക്കുകയും ചെയ്യും. നമുക്കൊരു മടുപ്പും തോന്നില്ല. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഷേക്സ്പിയറിന് തന്നിട്ടുണ്ട്. വില്യം ഷേക്സ്പിയർ വാസ് എൻ ഇംഗ്ലീഷ് പോയറ്റ്, പ്ലേ റൈറ്റ് ആൻഡ് ആക്ടർ, widely regarded as the greatest writer in the English language and as the world's preeminent dramatist. ഇതൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇനി 37 പ്ലേസ് ഉണ്ട്, 154 സോണറ്റ്സ്, അങ്ങനെ അദ്ദേഹം എഴുതിയിരുന്ന വർക്കുകൾ എത്രയുണ്ടെന്നൊക്കെ തന്നിട്ടുണ്ട്. വായിച്ചു നോക്കുക, ഷേക്സ്പിയറിൻ്റെ സ്പെല്ലിംഗ് കൃത്യമായി പഠിക്കുക. ഇനി ആദ്യം എന്താ തന്നിരിക്കുന്നത്? ദിസ് ഇസ് എ സ്റ്റോറി ദാറ്റ് ടെൽസ് ദ വേൾഡ് ദാറ്റ് ദ ഡിവൈൻ ക്വാളിറ്റി ഓഫ് മെർസി ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ജസ്റ്റിസ്. എന്താണ്? നമ്മൾക്ക് ഒരു ക്വാളിറ്റി ഉണ്ട്. എന്താണ്? ഡിവൈനായിട്ട് തന്നൊരു ക്വാളിറ്റിയാണ് എന്ത്? മെർസി, ദയ. അത് എല്ലാവർക്കും ഇല്ല, ചിലർക്കുണ്ട്. അപ്പം അത് ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ജസ്റ്റിസ്. നീതി എന്ന് പറയുന്നത് നമ്മളുടെ കോടതി വഴി നമുക്ക് നേടിയെടുക്കാനുള്ളത് തന്നെയാണ് നീതി. അപ്പം അതിനേക്കാളും ഒക്കെ മുകളിൽ നമുക്ക് കാണാം. അതിനെയൊക്കെ ഈ നീതിക്കും മുകളിലാണ് ദയ എന്ന് പറയുന്നത് അല്ലേ? നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറയട്ടെ. നമ്മൾ രാഷ്ട്രപതി ദയാഹർജി കൊടുത്തു എന്നൊക്കെ കേട്ടിട്ടില്ലേ? കോടതി വിധിയിൽ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലണമെന്നാണ്. പക്ഷേ അതിനേക്കാൾ ഉപരിയാണ് ദയ. അപ്പോൾ രാഷ്ട്രപതി ഒരു ദയാഹർജി കനിയുമ്പോൾ എന്നാൽ ജസ്റ്റിസിന് മുകളിലാണ്. അയാളെ വെറുതെ വിടാനോ അല്ലെങ്കിൽ അയാൾക്ക് ശിക്ഷ ഇളവാക്കി കൊടുക്കാനോ ആരെ കൊണ്ട് സാധിക്കും? ദയാഹർജിയിൽ രാഷ്ട്രപതിക്ക് അഭിപ്രായം പറയാം, അദ്ദേഹത്തിന് തീരുമാനിക്കാം. അപ്പോൾ എന്താ എൻ്റെ അർത്ഥം? ജസ്റ്റിസിനേക്കാൾ വലുത് തന്നെയാണ് എന്ത്? ദയ. The play is about the aftermath of the rivalry between Shylock, the Jew, and Antonio, the young Christian merchant of Venice. ഇനി ഇവിടെ രണ്ട് കഥാപാത്രങ്ങളെ പറയുന്നുണ്ടല്ലേ? ഷൈലോക്കും ആന്റോണിയോവും കേന്ദ്ര കഥാപാത്രങ്ങളാണ്. സ്പെല്ലിംഗ് സഹിതം നന്നായി പഠിക്കുക. ഈ ഷൈലോക്ക് എന്ന് പറയുന്ന ആൾ ഒരു ജൂ ആണ്. ജൂ എന്ന് പറഞ്ഞാൽ ജൂതൻ എന്ന് പറയില്ലേ, അതാണ്. ആന്റോണിയോ എന്ന് പറയുന്നത് ഒരു യങ് ആയിട്ടുള്ള മെർച്ചൻ്റ് ആണ്. എവിടുത്തെയാ? വെനീസിലെ. ഇവർ രണ്ടുപേരുടെയും കഥയാണ് ഇവിടെ പറയുന്നത്. റീഡ് ഓൺ ആൻഡ് ഫൈൻഡ് ഹൗ ഗുഡ് ഫൈനലി ട്രയംസ് ഓവർ ഈവിൾ. ഇനി നിങ്ങൾ കഥ വായിക്കുക. അവസാനം നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? ഗുഡ്, നന്മ എങ്ങനെയാണ് തിന്മയുടെ മുകളിൽ വിജയം, ട്രയംഫ് എന്ന് പറയുന്നത് വിജയം സ്ഥാപിക്കുന്നത്, തിന്മയെ എങ്ങനെയാണ് നന്മ തോൽപ്പിക്കുന്നതെന്ന് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. തന്നിരിക്കുന്ന നോക്കിക്കോളൂ. ആന്റോണിയോ വാസ് എ യങ് ആൻഡ് ഓണസ്റ്റ് മെർച്ചന്റ് ഇൻ ദ ടൗൺ ഓഫ് വെനീസ്. He was the kindest man ever lived. He always came to the help of the people in trouble. He was greatly loved by all his fellow citizens. ഇത്രയും നോക്കാം.
എന്താണ് ആന്റോണിയെ പറ്റി പറയുന്നു? ആന്റോണിയ എന്ന് പറയുന്ന ആള് വളരെ യങ്ങാണ്, സത്യസന്ധനാണ്. എവിടെയാണ് അദ്ദേഹം? ഇവിടുത്തെ മെർച്ചൻ്റാണ്, വെനീസ് നഗരത്തിലെ ഒരു കച്ചവടക്കാരനാണ്. ഹി വാസ് ദ കൈൻഡസ്റ്റ് മാൻ എവർ ലിവ്ഡ്. ഇപ്പോൾ ജീവിച്ചിരുന്ന എല്ലാ മനുഷ്യരെക്കാളും ഏറ്റവും ദയുള്ള ആളായിരുന്നു ആര്? നമ്മളുടെ ആന്റോണിയോ. ഹി ഓൾവേസ് കെയിം ടു ദി ഹെൽപ്പ് ഓഫ് ദി പീപ്പിൾ ഇൻ ട്രബിൾ. ആൾക്കാർക്ക് എന്ത് പ്രശ്നം വന്നാലും ഇദ്ദേഹം സഹായത്തിന് പോകും. ഹി വാസ് ഗ്രേറ്റ്ലി ലവ്ഡ് ബൈ ഓൾ ഹിസ് ഫെലോ സിറ്റിസൺസ്. അദ്ദേഹത്തിന് ചുറ്റുമുള്ള അവിടുത്തെ ആൾക്കാർക്കെല്ലാം, അദ്ദേഹത്തെ അറിയാവുന്നവർക്കെല്ലാം അദ്ദേഹത്തെ ഇഷ്ടമാണ്. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം. ആന്റോണിയോ ഹാഡ് എ ബോസം ഫ്രണ്ട് ബസാനിയോ. ഹി വാസ് എ നോബിൾ വെനീഷ്യൻ. He was not very rich. He had lived a luxurious life and squandered all the little money he had. Whenever he wanted money, Antonio helped him. ഇത്രയും കാര്യങ്ങൾ നോക്കാം. ഇനി അന്റോണിയോയുടെ ഒരു ഫ്രണ്ട്, പുതിയൊരു കഥാപാത്രമാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങളെ മാത്രമേ ഇതിൽ തന്നിട്ടുള്ളൂ. ബസാനിയോ വാസ് എ നോബിൾ വെനീഷ്യൻ. അയാളും ഒരു വെനീഷ്യനാണ്. അതുപോലെ വളരെ പണക്കാരനൊന്നുമല്ല. അയാൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? പണ്ട് വളരെ ലക്ഷൂറിയസ് ആയിട്ടൊക്കെ ജീവിച്ചിരുന്ന ആളാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറച്ച് പൈസയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു? അടിച്ചു പൊട്ടിച്ച് തീർത്തു. വെനെവർ ഹി വാണ്ടഡ് മണി, അന്റോണിയോ ഹെൽപ്ഡ് ഹിം. അദ്ദേഹത്തിന് എപ്പോഴും പൈസയ്ക്ക് ആവശ്യം വന്നാലും ആര് സഹായിക്കും? അന്റോണിയോയാണ് സഹായിക്കുക. ഇറ്റ് സീംഡ് ദേ ഹാഡ് ബട്ട് വൺ ഹാർട്ട് ആൻഡ് വൺ പേഴ്സ് ബിറ്റ്വീൻ ദം. കണ്ടാൽ എന്തുപോലെ? ഒറ്റ ഹൃദയവും ഒറ്റ പേഴ്സും. എൻ്റെ പൈസ എന്നൊന്നുമില്ല. ഒറ്റ പേഴ്സും ഒരേ ഹൃദയവുമായിട്ട് ജീവിക്കുന്ന ആത്മാർത്ഥമായ കൂട്ടുകാർ. ഇനി നോക്കിക്കോളുക. ബസാനിയോ ലവ്ഡ് എ ഗേൾ നെയ്മഡ് പോർഷിയ. അടുത്ത കഥാപാത്രം ബസാനിയോ സ്നേഹിക്കുന്ന പെൺകുട്ടി. ബസാനിയോ എന്ന് പറഞ്ഞാൽ ആരാണ്? ആന്റോണിയോയുടെ ഫ്രണ്ടാണ്. അതും വെനീഷ്യനാണ്. അയാളാണ് ഈ പൈസയൊക്കെ അടിച്ചു പൊട്ടിച്ച് തീർത്ത ഫ്രണ്ട്. ഓക്കെ. ഇനി ബസാനിയോ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നു. പേരെന്താ? പോർഷ്യ. നാലാമത്തെ കഥാപാത്രം ഓർക്കുക. എ വെരി വെൽത്തി ലേഡി ലിവിങ് ഇൻ ബെൽമോണ്ട്. ബെൽമോണ്ടിൽ ജീവിക്കുന്ന വളരെ പണക്കാരിയായ ഒരു ലേഡിയാണ്. ഹർ ഫാദർ ഡൈഡ് സം ടൈം അഗോ ആൻഡ് ഷീ വാസ് ദ ഓൺലി ഹെയറസ് ടു എ ലാർജ് എസ്റ്റേറ്റ്. മനസ്സിലായോ? ആ സ്ത്രീയുടെ, പോർഷ്യയുടെ ഫാദർ കുറച്ച് നാൾ മുമ്പ് മരിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വത്തിനും ഒരേ ഒരു അവകാശി ആര് മാത്രമാണ്? നമ്മുടെ പോർഷ്യ ടു ലവ്ഡ് ബസാനിയോ. അപ്പോൾ ബസാനിയോയ്ക്ക് അങ്ങോട്ട് മാത്രമാണോ ഇഷ്ടം? അല്ല, പോർഷ്യയ്ക്ക് തിരിച്ച് ബസാനിയോയും ഇഷ്ടമാണ്. നൗ ഹി തോട്ട് ഓഫ് ഇംപ്രൂവിങ് ഹിസ് ഫോർച്യൂൺ ബൈ മാരിയിങ് ഹെർ. എന്താണ്? അവളെ വിവാഹം കഴിക്കുമ്പോൾ അയാൾക്ക് കുറച്ചും കൂടി ധനികനാവാൻ പറ്റുമല്ലോ. അപ്പം എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണം. വൺ ഡേ ബസാനിയോ കെയിം ടു അന്റോണിയോ ആൻഡ് ടോൾഡ് ഹിം അബൌട്ട് ഹിസ് ലവ് ഫോർ പോർഷ്യ ആൻഡ് ദാറ്റ് ഹി മസ്റ്റ് ഗോ വെരി സൂൺ ടു ബെൽമോണ്ട് ആസ് എ സ്യൂട്ടർ ടു പോർഷ്യ. ഇനി എന്ത് ചെയ്യുന്നു? ആന്റോണിയോയുടെ അടുത്ത് നമ്മുടെ ആരാണ് ചെല്ലുന്നത്? ബസാനിയോ അവിടെ ചെന്നിട്ട് എന്താ പറയുന്നത്? എനിക്കിങ്ങനെ പോർഷ്യയെ ഇഷ്ടമാണ്, എത്രയും പെട്ടെന്ന് അവളെ വിവാഹം കഴിക്കണം, ഞാൻ എത്രയും പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് പോകണം, അവൾക്ക് ചേർന്ന വരൻ, യോജിച്ച വരനായി എനിക്ക് അങ്ങോട്ട് എത്തേണ്ട സമയം ആയി. ബട്ട് ഹി ഡിഡ് നോട്ട് ഹാവ് എനി മണി ഈവൻ ടു ഡ്രസ് ഹിംസെൽഫ് സ്യൂട്ടബിളി ആസ് ദ ലവർ ഓഫ് സോ റിച്ച് ആൻഡ് ഐറസ്. എന്താണ്? ഇനി നമ്മൾ പോകുമ്പോൾ ഒരാളെ വിവാഹം കഴിക്കാൻ പോകുന്നു, അവരുടെ നിലവാരത്തിനൊത്തുള്ള ഡ്രസ്സിങ്ങും സ്റ്റൈലും ഒക്കെ വേണ്ടേ? പോർഷ്യ കല്യാണം ആലോചിച്ച് ചെല്ലുക, നമ്മൾ എന്തെങ്കിലും മോശപ്പെട്ട ഡ്രസ്സൊക്കെ ഇട്ട് പോകാൻ പറ്റുമോ? ഇല്ല. അവർക്ക് ചേരുന്ന രീതിയിലുള്ള വസ്ത്രം ധരിച്ച് വേണം, അവരുടേതായ സ്റ്റൈലിൽ പോകണം. അപ്പം അതിനുള്ള പൈസയൊന്നും ഇദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. സോ ഹി ആസ്ക്ഡ് ആന്റോണിയോ ടു ഹെൽപ്പ് ഹിം. അതുകൊണ്ട് ആന്റോണിയോട് പറയുക, എന്നെ ഒന്ന് സഹായിക്കണം കേട്ടോ. ബസാനിയോ വാണ്ടഡ് ഹിസ് ഫ്രണ്ട് ടു ലെൻഡ് ഹിം 3000 ducats. എത്ര പൈസയാണ് വേണ്ടത്? 3000, 3000 ducats ആണത്, നാണയമാണ്. അത്രയും രൂപ, നമ്മൾ നാട്ടിലാണെങ്കിൽ രൂപ, അവർക്ക് അത്രയും നാണയം, അവരുടെ ഡക്കേറ്റ്സ്. ഓക്കെ, ഡോളറും പൗണ്ടും എന്നൊക്കെ പറയുന്ന പോലെ അത്രയുമാണ് അവർക്ക് വേണ്ടത്. 3000 ducats ആണ് വേണ്ടുന്നത്. But it so happened that Antonio had spent all his money on his ships and so had no money with him. പക്ഷേ ആന്റോണിയോ ഒരു ബിസിനസ്സുകാരനാണ് അല്ലേ? അദ്ദേഹം എല്ലാ പൈസയും അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിനുള്ള ഷിപ്പിന് ചരക്ക് കൊണ്ടുവരാനായിട്ട് പൈസ കുറേ അങ്ങ് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് ആന്റോണിയോയുടെ കയ്യിൽ എന്തില്ല? പൈസയില്ല. But he expected some of his ships to come home soon laden with merchandise. അപ്പോൾ എന്താ, എത്രയും പെട്ടെന്ന് കുറേ പണമൊക്കെ ആയിട്ട്, അത് ലാഭമൊക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഷിപ്പ് എത്രയും പെട്ടെന്ന് തിരിച്ചു വരുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. ഹെൻസ് ഹി ഡിസൈഡഡ് ടു ബോറോ ദ amount ഫ്രം ഷൈലോക്ക്,
ഹൂ വാസ് എ മണി ലെൻഡർ. ഇനി അപ്പം അദ്ദേഹത്തിൻ്റെ പൈസ ഇല്ല, ഉടനെ പൈസ കിട്ടും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? സാധാരണ ആരെങ്കിലും നിന്ന് കടം വാങ്ങും അല്ലേ? പെട്ടെന്ന് തന്നെ തിരിച്ചു തരാം എന്നും പറഞ്ഞ് കടം വാങ്ങും. അതുപോലെ ഇവിടെ അന്റോണിയോ എന്ത് തീരുമാനിക്കുന്നു? ഷൈലോക്കിൻ്റെ കയ്യിൽ പോയിട്ട് കുറച്ച് പൈസ വാങ്ങാം. അദ്ദേഹത്തിൻ്റെ ഷിപ്പ് കച്ചവടമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും പൈസ കൊടുക്കാമല്ലോ എന്ന് കരുതി വിളിക്കുന്നു ഒരാൾ. ആരാണ് കഥാപാത്രം? മെയിൻ ക്യാരക്ടറാണ്. ഷേക്സ്പിയറിൻ്റെ രചനകളിൽ ഏറ്റവും മെയിനായിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ് ഷൈലോക്ക്. സ്പെല്ലിങ്സ് ആയതും പഠിക്കാം. അദ്ദേഹം ആരാണെന്ന് പറയുന്നു? മണി ലെൻഡർ, പൈസ കടം കൊടുക്കുന്ന ആളാണ്. ഷൈലോക്ക് ഹാഡ്, ഇനി നോക്കിക്കോളുക, ഷൈലോക്കിനെ പറ്റിയാണ്. ഷൈലോക്ക് ഹാഡ് ബിക്കം വെരി റിച്ച് ബൈ ലെൻഡിങ് മണി അറ്റ് എ വെരി ഹൈ ഇൻട്രസ്റ്റ് ടു മെർച്ചൻസ്. ഷൈലോക്ക് നിസ്സാരക്കാരനല്ല, നല്ല പണക്കാരനാണ്. ഇങ്ങനെ പണക്കാരനായി? കച്ചവടക്കാർക്ക് പൈസ കടം കൊടുത്ത് ആണ് പണക്കാരനായത്. ചെറിയ രീതിയിലാണോ പലിശ? ഭയങ്കരമായ പലിശ ഈടാക്കിക്കൊണ്ടാണ് കടം കൊടുക്കുന്നത്. വലിയൊരു ശതമാനം പലിശ ഈടാക്കും അദ്ദേഹം. സാധാരണക്കാർ വാങ്ങുന്ന കണക്കുള്ള പലിശയല്ല, മറ്റുള്ളവരൊന്നും അത്രയും വാങ്ങില്ല. ഏറ്റവും ഉയർന്ന പലിശയിലാണ് ഷൈലോക്ക് മെർച്ചൻസിനൊക്കെ പണം കടം കൊടുക്കുന്നത്. ഹി വാസ് എ ഹാർഡ് ഹാർട്ടഡ് മാൻ ആൻഡ് വാസ് വെരി സിവിയർ വിത്ത് ഹിസ് കസ്റ്റമേഴ്സ്. അദ്ദേഹത്തിൻ്റെ ഹൃദയം ഭയങ്കര കട്ടിയുള്ളതാണ്, ഒരു ദയയില്ല. അതുപോലെ കസ്റ്റമേഴ്സ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് പൈസ വാങ്ങിക്കാനൊക്കെ ചെല്ലുന്ന ആൾക്കാർ അദ്ദേഹത്തിൻ്റെ കസ്റ്റമേഴ്സ് അല്ലേ, അവരുടെ അടുത്തൊക്കെ വളരെ ക്രൂരമായിട്ട് പെരുമാറുന്ന ആളാണ്. സോ ഹി വാസ് മച്ച് ഡിസ്ലൈക്ഡ് ബൈ ഓൾ ഗുഡ് മെൻ. അതുകൊണ്ട് തന്നെ നല്ലവർക്കാർക്കും അദ്ദേഹത്തെ ഇഷ്ടമില്ല. അന്റോണിയോ ഓൾസോ ഡിസ്ലൈക്ഡ് ഷൈലോക്ക് ഫോർ ബീങ് സോ അംബീഷ്യസ് ആൻഡ് ഗ്രീഡി ഫോർ മണി. അന്റോണിയോയ്ക്കും ഇയാളുടെ അത്യാർത്ഥിയും അങ്ങനത്തെ സ്വഭാവമൊക്കെ കൊണ്ട് അദ്ദേഹത്തെ അന്റോണിയോയ്ക്കും തീരെ ഇഷ്ടമൊന്നുമല്ല. ഹി യൂസ്ഡ് ടു ലെൻഡ് മണി ടു ദ നീഡി പീപ്പിൾ വിത്തൗട്ട് ടേക്കിംഗ് എനി ഇൻട്രസ്റ്റ്. അന്റോണിയോ എങ്ങനെയാണ്? ആവശ്യക്കാർക്കൊക്കെ പൈസ കൊടുക്കും, പകരം ഇൻട്രസ്റ്റ് വല്ലതും വാങ്ങോ? ഇല്ല. കൊടുക്കുന്ന പൈസ മാത്രമേ തിരിച്ചു വാങ്ങൂ, പലിശ വാങ്ങില്ല. അങ്ങനത്തെ ആളാണ് അന്റോണിയോ. പക്ഷെ ഷൈലോക്ക് നേരെ ഓപ്പോസിറ്റ് ആണല്ലേ. അതുകൊണ്ട് തന്നെ അന്റോണിയോയ്ക്ക് ഷൈലോക്കിൻ്റെ സ്വഭാവം ഒന്നും തീരെ ഇഷ്ടമല്ല. Therefore, there was a great enmity between the greedy Shylock and Antonio. അതുകൊണ്ട് തന്നെ വളരെ ഗ്രീഡിയായ അത്യാർത്ഥിക്കാരനായ ഷൈലോക്കും നമ്മളുടെ ആന്റോണിയോയും തമ്മിൽ എപ്പോഴും ശത്രുത നിലനിൽക്കുന്നുണ്ട്. Antonio and Bassanio went to Shylock. Antonio asked the Jew to lend him 3,000 ducats at any interest. അന്റോണിയോയും ബസാനിയോയും കൂടി ഷൈലോക്കിൻ്റെ അടുത്തേക്ക് പോകുന്നു. അന്റോണിയോ ആസ്ക് ദ ജൂ, ജൂതൻ എന്നുള്ളതാണ് ജൂ, അതൊരു അറിയാമല്ലോ ജൂതമതം. അപ്പം അന്റോണിയോ ജൂതൻ്റെ അടുത്തേക്ക് പോയിട്ട് എന്ത് ചോദിക്കുന്നുണ്ട്? 3,000 ഡക്കറ്റ്സ് വേണം, അറ്റ് എനി ഇൻട്രസ്റ്റ്, എത്ര രൂപ പലിശയായാലും സാരമില്ല, അത്രയും രൂപ ഞങ്ങൾക്ക് വേണം. ഹീ വുഡ് പേ ഇറ്റ് ബാക്ക് as soon as his ships return from the sea. എൻ്റെ കപ്പലുകൾ കടലിൽ പോയിട്ടിരിക്കുക, അവർ തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ ആ പണം തിരിച്ചു തരും. ഷൈലോക്ക് തോട്ട് ഡീപ്ലി. ഷൈലോക്ക് ആഴത്തിൽ നിന്ന് ചിന്തിക്കുക, എങ്ങനെ, എത്ര ശതമാനം എന്നൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത്. ഹീ ടുക്ക് this is a golden opportunity to take revenge on the Venetian who had insulted him many times. അപ്പോൾ എന്തോ ചിന്തിച്ചേ, ഇവനോട് പ്രതികാരം ചെയ്യാനുള്ള സമയമായി അല്ലേ. ഇവൻ പല തവണ എനിക്ക് പല പാരയും വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? എന്നെ പലപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്, അപമാനിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ വെനീഷ്യൻ ഇട്ട് ഞാനൊരു പണി കൊടുക്കും. യെസ്, ഐ വിൽ ലെൻഡ് യു ദ മണി ആൻഡ് ഐ വിൽ ടേക്ക് നോ ഇൻട്രസ്റ്റ്. അത്ഭുതമാണല്ലോ. സെഡ് ദ ഗ്രീഡി മണി ലെൻഡർ. എന്ത് പറയുന്നേ? ഐ വിൽ ലെൻഡ് യു ദ മണി, ഞാൻ നിങ്ങൾക്ക് ചോദിച്ച പൈസ തരാം. ആൻഡ് വിൽ ടേക്ക് നോ ഇൻട്രസ്റ്റ്, ഒരു പലിശയും ഞാൻ വാങ്ങിക്കത്തില്ല. സെഡ് ദ ഗ്രീഡി മണി ലെൻഡർ. അത്യാർത്ഥിക്കാരനായ ആ മണി ലെൻഡർ അങ്ങനെയാണ് പറഞ്ഞത്. ആന്റോണിയോ വാസ് സർപ്രൈസ്ഡ് അറ്റ് ദിസ് കൈൻഡ് ഓഫ് ഓഫർ. ഇത് കേട്ടപ്പോൾ ആന്റോണിക്ക് അത്ഭുതം തോന്നി. ഇവ ഇങ്ങനെ പറയുന്നു എന്നുള്ള അത്ഭുതം. പലിശ വേണ്ടേ? ഷൈലോക്ക് സ്റ്റിൽ പ്രിറ്റൻഡഡ് ടു ബി ജനറസ്. ഭയങ്കര നീതിമാനായ ആളാണ് ഞാൻ എന്നുള്ള രീതിയിലാണ് ഷൈലോക്ക് ഇങ്ങനെ നിൽക്കുന്നത്. ഹി അഗൈൻ സെഡ് ഹി വുഡ് ലെൻഡ് ഹിം ദ 3,000 ഡക്കറ്റ്സ് ആൻഡ് ടേക്ക് നോ ഇൻട്രസ്റ്റ് ഫോർ ഹിസ് മണി ഇഫ് റീപെയ്ഡ് ഇൻ ടൈം. നീ സമയത്ത് തന്നെ, നീ പറയുന്ന സമയത്ത് തന്നെ പലിശ തിരിച്ചു തന്നാൽ നീ എനിക്ക് ഒരു രൂപയും പലിശ തരണ്ട എന്ന് വീണ്ടും ആര് പറയുന്നു? ഷൈലോക്ക് പറയുന്നു. ഹിസ് ഓൺലി കണ്ടീഷൻ വാസ് ദാറ്റ്. അപ്പോൾ ചുമ്മാതങ്ങ് ഞാൻ തരത്തില്ല, എന്തോ ഒരു കണ്ടീഷൻ വെക്കുന്നുണ്ട്. എന്താണത്? ആന്റോണിയോ ഷുഡ് ഗോ വിത്ത് ഹിം ടു എ ലോയർ ആൻഡ് സൈൻ എ ബോണ്ട് ഇൻ മെറീസ് പോർട്ട് stating that if he did not repay the money in time, he would forfeit a pound of flesh to be cut off from any part of his body. ഭയങ്കരമായ ഒരു എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ബോണ്ട്. എന്താണെന്ന് മനസ്സിലായോ? അയാൾക്ക് ഒരു കണ്ടീഷനേ ഉള്ളൂ. നീ പലിശയൊന്നും തരണ്ട, എനിക്കൊരു കണ്ടീഷനുണ്ട്. എന്തുവാ കണ്ടീഷൻ? നീ എൻ്റെ കൂടെ എവിടെ വരണം? ഒരു ലോയറിൻ്റെ അടുത്ത്, ഒരു വക്കീലിൻ്റെ അടുത്ത് വരണം. എന്നിട്ട് നീ ഒരു എഗ്രിമെൻ്റ്, അതായത് ഒരു ബോണ്ടിൽ നീ സൈൻ ചെയ്യണം. ആ ബോണ്ടിൽ എന്തുവാ ഞാൻ എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? എന്തുവാ?
നീ എനിക്ക് സമയത്ത് പൈസ തിരിച്ച് തന്നില്ലെങ്കിൽ നിന്റെ ശരീരത്തിൽ നിന്ന് 1 പൗണ്ട് മാംസം ഞാൻ എന്ത് ചെയ്യും? തിരിച്ചെടുക്കും. എനിക്ക് അതാണ് പകരം നീ തരേണ്ടത്. സമയത്ത് പൈസ തന്നാൽ ഓക്കെ, ആ പൈസ മാത്രം മതി, പലിശ വേണ്ട. നിനക്ക് സമയത്ത് തരാൻ പറ്റിയില്ല, മനുഷ്യൻ്റെ കാര്യമാണ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ചിലപ്പോൾ തരാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ ശരീരത്തിൽ നിന്നും എനിക്ക് എന്ത് വേണം? 1 പൗണ്ട് ഫ്ലഷ് വേണം. ഫ്ലഷ് എന്താ? മാംസം. നിന്റെ മാംസം, 1 പൗണ്ട് മാംസം എനിക്ക് വേണം. എവിടുന്നെങ്കിലും മതിയോ? ഞാൻ പറയുന്നിടത്തുനിന്ന് തന്നെ എനിക്ക് വേണം. നിന്റെ ശരീരത്തിൽ ഏത് പാർട്ടിൽ നിന്നാണോ അവിടെ ഞാൻ പറയുന്നത് അവിടെ നിന്ന് നീ എനിക്ക് 1 പൗണ്ട് ഫ്ലഷ് തരണം. നോക്കിയേ അയാളുടെ ഒരു സ്വഭാവം. നോ ക്രൈഡ് ബസാനിയോ. ബസാനിയോ വിളിച്ചു പറഞ്ഞു, അയ്യോ വേണ്ട. യു ഷോൾഡ് റൺ നോ സച്ച് റിസ്ക് ഫോർ മീ. നീ എനിക്ക് വേണ്ടി ഇത്രയും വലിയൊരു റിസ്ക് ഒന്നും എടുക്കണ്ട, നമുക്കിത് വേണ്ട. ആര് പറയുന്നു? ബസാനിയോ. ബട്ട് അന്റോണിയോ ഇൻസിസ്റ്റഡ് ദാറ്റ് ഹി വുഡ് സൈൻ ഇറ്റ്, ഫോർ ഹി വാസ് ഷുവർ ദാറ്റ് ഹിസ് ഷിപ്സ് വുഡ് റിട്ടേൺ വിത്ത് മണി ബിഫോർ ദ ഡേ ഓഫ് പേയ്മെൻറ്റ്. പക്ഷേ ആന്റോണിയോ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. ആന്റോണിയോക്ക് എന്തറിയാം? എൻ്റെ കപ്പലുകൾ ഞാൻ ആ പറഞ്ഞ ഡേറ്റിന് മുന്നേ അല്ലെങ്കിൽ കൊടുക്കുന്ന ഡേറ്റിന് മുന്നേ എന്തായാലും പൈസ കൊണ്ട് വരും. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ സൈൻ ചെയ്യാമെന്ന് ആര് ചിന്തിക്കുന്നു? ആന്റോണിയോ ചിന്തിക്കുന്നു. ആന്റോണിയോ സൈൻഡ് ദ ബോണ്ട് ആൻഡ് ഗോട്ട് ദ മണി വിച്ച് ഹി ഹാൻഡഡ് ഓവർ ടു ബസാനിയോ, ഹു ഇമ്മീഡിയറ്റ്ലി സെറ്റ് ഓഫ് ടു ബെൽമണ്ട്. അത്രയും പറയാം. ഓക്കെ, ആന്റോണിയോ സൈൻഡ് ദ ബോണ്ട് ആൻഡ് ഗോട്ട് ദി മണി. ആന്റോണിയോ അത് സൈൻ ചെയ്യുന്നു, പൈസ വാങ്ങുന്നു. വിച്ച് ഹി ഹാൻഡഡ് ഓവർ ടു ബസാനിയോ. ആ പൈസ ആർക്ക് കൈമാറുന്നു? ബസാനിയോയ്ക്ക് കൈമാറുന്നു. ഹു ഇമ്മീഡിയറ്റ്ലി സെറ്റ് ഓഫ് ടു ബെൽമണ്ട്. അവൻ പെട്ടെന്ന് തന്നെ എങ്ങോട്ട് പോകാൻ നിൽക്കുക? ബെൽമണ്ടിലേക്ക്. വിത്ത് എ സ്പ്ലെൻഡിഡ് ട്രെയിൻ ടു പൊസസ് പോർഷ്യ ആസ് ഹിസ് പാർട്ണർ ഓഫ് ലൈഫ്. എന്തിനാണ് അവൻ പോകുന്നത്? എന്തിനാ? ബസാനിയോ എത്രയും പെട്ടെന്ന് എവിടെ എത്തിച്ചേരണം? ബെൽമണ്ടിൽ എത്തണം. എന്തിനാണ്? പോർഷ്യയെ സ്വന്തമാക്കാൻ. അതിനുവേണ്ടി പൈസ എത്രയും പെട്ടെന്ന് തന്നെ ആർക്ക് കൈമാറി? ആന്റോണിയോ അത് ബസാനിയോയ്ക്ക് കൈമാറി. When Bassanio arrived in Belmont, Portia was very much worried whether he might be successful in the challenge raised by her father before his death in order to save his daughter from fortune hunters. എന്താണ്? വെൻ ബസാനിയോ അറൈവ്ഡ് ഇൻ ബെൽമണ്ട്. ബസാനിയോ എവിടെ എത്തിച്ചേരുന്നു? ബെൽമണ്ടിൽ എത്തിച്ചേരുമ്പോൾ പോർഷ്യ വാസ് വെരി മച്ച് വറീഡ്. പോർഷ്യ വളരെയധികം ഭയപ്പെട്ടിരുന്നു. എന്തിനാ? വെദർ ഹി മൈറ്റ് ബി സക്സസ്ഫുൾ ഇൻ ദ ചലഞ്ച്. എന്തോ ഒരു ചലഞ്ച് അവിടെ, എന്തോ ഒരു മത്സരം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആരാ? റേസ്ഡ് ബൈ ഹെർ ഫാദർ ബിഫോർ ഹിസ് ഡെത്ത്. പോർഷ്യയുടെ ഫാദർ മരണത്തിന് മുൻപ് എന്തോ ഒരു ചലഞ്ച് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇൻ ഓർഡർ ടു സേവ് ഹിസ് ഡോട്ടർ ഫ്രം ഫോർച്യൂൺ ഹണ്ടേഴ്സ്. അവരുടെ അച്ഛൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ആ മകൾ മാത്രമാവും അല്ലേ? അപ്പോൾ കുറേ ആൾക്കാർ സ്വത്ത് മോഹിച്ച ആൾക്കാർ വന്ന് അവളെ പറ്റിച്ച് കൊണ്ടുപോകും. അപ്പോൾ അതിൽ നിന്നും വരാൻ പാടില്ല. അതുകൊണ്ട് അവളെ വിവാഹം കഴിക്കുന്നതിന് അദ്ദേഹം ഒരു ചലഞ്ച് ഏർപ്പെടുത്തിയിരുന്നു, ഒരു മത്സരം ഏർപ്പെടുത്തിയിരുന്നു. അപ്പോൾ ആ മത്സരത്തിൽ നമ്മുടെ ബസാനിയോ ജയിക്കുമോ എന്ന് പോർഷ്യയ്ക്ക് സംശയമായിരുന്നു. He had arranged 3 caskets, gold, silver and lead. 3 കാസ്കറ്റ്സ്, 3 ചെപ്പുകൾ അദ്ദേഹം വെച്ചിട്ടുണ്ടായിരുന്നു. 3 ചെപ്പ്, ഒരെണ്ണം ഗോൾഡ്, ഒരെണ്ണം സിൽവർ, ഒരെണ്ണം ലെഡ്. അങ്ങനെ 3 കാസ്കറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഫോർ ദ സ്യൂട്ടേഴ്സ് ടു ട്രൈ. ഈ വിവാഹാലോചിച്ച ഒരാളാണോ വരുന്നത്? ഇത്രയും പണക്കാരിയെ ഒരുപാട് പേര് വരും, അവർക്കൊക്കെ ട്രൈ ചെയ്യാം ഈ മത്സരത്തിൽ. ദി പേഴ്സൺ ഹു ചോസ് ദ റൈറ്റ് കാസ്കറ്റ് ഇൻ വിച്ച് ഹർ പിക്ചർ വാസ് ഡെപ്പോസിറ്റഡ് കുഡ് വിൻ ഹർ. അപ്പോൾ ഈ 3 കാസ്കറ്റും ചുമ്മാ വെച്ചിരിക്കുമല്ല, ഇതിൽ ഏതോ ഒരെണ്ണത്തിൽ നമ്മുടെ പോർഷ്യയുടെ ഒരു പിക്ചറുണ്ട്. അത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുന്ന ആൾക്കാണ് പോർഷ്യയെ സ്വന്തമാക്കാൻ പറ്റുന്നത്. ബസാനിയോ ഡിഡ് നോട്ട് ചൂസ് ഐദർ ദ ഗോൾഡ് ഓർ ദി സിൽവർ കാസ്കറ്റ്. ബസാനിയോ വന്നിട്ട് ഗോൾഡും സിൽവറും ചാടിയും പിടിച്ചില്ല. ബസാനിയോ അത് രണ്ടും സെലക്ട് ചെയ്തില്ല. ഹീ സെഡ് ദാറ്റ് തിങ്സ് ദാറ്റ് ഗ്ലിറ്റേർഡ് ഔട്ട്സൈഡ് വെയർ ഓഫൺ അഗ്ലി ഇൻസൈഡ്. നല്ല കാര്യമാണ് പറഞ്ഞത്. എന്താ ബസാനിയോ പറയുന്നേ? പുറമേ തിളക്കമുള്ള കാര്യങ്ങൾക്ക് ഉള്ളിൽ ചിലപ്പോൾ എന്തുണ്ടാവില്ല? മോശമായിരിക്കും. ഉള്ളിൽ അത് നല്ലതായിരിക്കില്ല, ഉള്ളു പൊള്ളയായിരിക്കും എന്ന് പറയില്ലേ, അതുപോലെ. ഹി ദെൻ ചോസ് ദ ലെഡൻ കാസ്കറ്റ് ഓൺ വിച്ച് ഇറ്റ് വാസ് റിട്ടേൺ. അദ്ദേഹം അവസാനം എന്ത് സെലക്ട് ചെയ്തു? ലെഡ് ആയിട്ടുള്ള കാസ്കറ്റ് സെലക്ട് ചെയ്തു. അതിൻ്റെ പുറത്ത് എന്ത് എഴുതിയിരുന്നു? ഹൂഎവർ ചൂസസ് മീ മസ്റ്റ് റിസ്ക് ഓൾ ദാറ്റ് ഹി ഹാസ്. എന്താണ് ഇത് സെലക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്നെ സെലക്ട് ചെയ്യുന്ന ആൾക്ക് എന്താണ്? അവൻ്റെ എല്ലാം എനിക്ക് നൽകേണ്ടി വരും. ഇറ്റ് വാസ് എ മൊമെന്റ് ഓഫ് ജോയ് ഫോർ എവ്രി വൺ. ഇത് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ടാക്കിയ, കാരണം എല്ലാവർക്കും സന്തോഷമുണ്ടാക്കിയ ഒരു നിമിഷമാണ്. ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ there was a lovely picture of Portia in it.
പോർഷ്യയുടെ ഒരു ലവ്ലി പിക്ചർ, മനോഹരമായ പിക്ചർ അതിനുള്ളിൽ ഉണ്ടായിരുന്നു. ദസ് ബസാനിയോ പ്രൂവ്ഡ് സക്സസ്ഫുൾ ഇൻ ഹിസ് സ്യൂട്ട് ആൻഡ് പോർഷ്യ കൺസെന്റഡ് ടു മാരി ഹിം. അങ്ങനെ ബസാനിയോ ആ ഒരു മത്സരത്തിൽ വിജയിക്കുന്നു. എന്നിട്ട് പോർഷ്യയെ വിവാഹം കഴിക്കാനായിട്ട് പോർഷ്യയും സമ്മതിക്കുന്നു. ബിഫോർ ദ മാരേജ് ബസാനിയോ കൺഫെസ്ഡ് ടു പോർഷ്യ ദാറ്റ് ഹി വാസ് നോട്ട് വെരി റിച്ച്. വിവാഹത്തിന് മുൻപ് തന്നെ ബസാനിയോ പോർഷ്യയോട് എന്ത് പറയുന്നു? ഞാൻ അത്ര വലിയ പണക്കാരനല്ല, ഈ ഒരു വേഷമൊക്കെ ലുക്ക് മാത്രമേ ഉള്ളൂ, എനിക്ക് അത്ര പൈസയൊന്നും ഇല്ല. ഹീസ് ഹൈ ബർത്ത് ആൻഡ് നോബിൾ ആൻസിസ്റ്ററി വാസ് ഓൾ ദാറ്റ് ഹി കുഡ് ബി പ്രൗഡ് ഓഫ്. അയാൾക്ക് അഭിമാനിക്കാൻ പറ്റുന്നത് എന്ത് മാത്രമാണ്? അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബ മഹിമ, നല്ലൊരു കുടുംബത്തിൽ ജനിച്ച ആളാണ്, നല്ലൊരു പാരമ്പര്യമുണ്ട്, ഇത് മാത്രമാണ് അദ്ദേഹത്തെ പറ്റി അഭിമാനിക്കാൻ എന്തെങ്കിലും ഉള്ളത്. നൗ വെൻ ഹർ ടേൺ കെയിം, അപ്പോൾ ഇനി പോർഷ്യയുടെ ഭാഗം, പോർഷ്യക്ക് സംസാരിക്കണമല്ലോ. പോർഷ്യ പ്രറ്റ്ലി സെഡ് ദാറ്റ് ഷീ വാസ് എൻ അൺസ്കൂൾഡ് ഗേൾ. എന്താണ് അപ്പോൾ പോർഷ്യ എന്താ പറയുന്നത്? എനിക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല ചേട്ടാ, എനിക്കെന്തില്ല, വിദ്യാഭ്യാസം ഇല്ല എന്ന് പറയുന്നു. ഷീ ലവ്ഡ് ഹിം ഫോർ ഹിസ് ഗുഡ് ക്വാളിറ്റീസ്. അവൾക്ക് അവൻ്റെ ഗുഡ് ക്വാളിറ്റീസ്, നല്ല കുറേ ഗുണങ്ങളുണ്ട്, അതാണ് ഇഷ്ടമായത്. ഷീ ഹാഡ് ഇനഫ് റിച്ചസ്. അവൾക്ക് എന്തുണ്ട്? ആവശ്യത്തിലധികം പൈസയുണ്ട്. ഐ ഗിവ് ദം ടു യു വിത്ത് ദിസ് റിങ്. ഞാൻ എൻ്റെ എല്ലാ സ്വത്തും നിനക്ക് തരുന്നു ഈ റിങ്ങിനോടൊപ്പം. എന്തു റിങ്? വിവാഹത്തിന് മുൻപേ അവർ എൻഗേജ്മെൻറ്റ് റിങ് കൈമാറില്ലേ, അത്. സെയിങ് സോ ഷീ പ്രസൻറ്റഡ് എ റിങ് ടു ബസാനിയോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു റിങ്, മോതിരം ബസാനിയോയ്ക്ക് അവൾ സമ്മാനിക്കുന്നു. ദെൻ എ മെസ്സഞ്ചർ അറൈവ്ഡ് ദെയർ. അപ്പോഴേക്കും അവിടെ ഒരു മെസ്സഞ്ചർ, ഒരു ദൂതൻ എന്തോ സന്ദേശവുമായി വരികയാണ്. ഹി വാസ് സെൻഡ് ബൈ ആന്റോണിയോ. അയാളെ പറഞ്ഞു വിട്ടത് ആരാണ്? ആന്റോണിയോ ആണ്. He had brought a letter from Antonio containing a sad news. അപ്പോൾ ആ ലെറ്ററിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഒരു ദുഃഖവാർത്ത. When Bassanio read the letter, Portia found his face turned pale. ബസാനിയോ ആ ലെറ്റർ വായിച്ചതിന് ശേഷം മുഖമാകെ വിളറിയത് പോർഷ്യ കണ്ടു. ഷീ ഇൻക്വയർഡ് വാട്ട് ദ സാഡ് ന്യൂസ് വാസ്. അവൾ എന്താ അന്വേഷിക്കുന്നത്? എന്തായിരുന്നു ആ ദുഃഖവാർത്ത എന്ന് ചോദിക്കുന്നു. ഹി റിപ്ലൈഡ്. അവൻ എന്ത് മറുപടിയാണ് പറയുന്നത്? ഓ സ്വീറ്റ് പോർഷ്യ, ഹിയർ ആർ എ ഫ്യൂ ഓഫ് ദി മോസ്റ്റ് അൺപ്ലസന്റ് വേർഡ്സ് ദാറ്റ് ഹാവ് എവർ ബീൻ റിട്ടൺ. എന്താ? ഓ എൻ്റെ പ്രിയപ്പെട്ട പോർഷ്യ, ഇവിടെയാണ് ഒരിക്കലും എഴുതാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ ഒരിക്കലും എഴുതപ്പെടാൻ പാടില്ലാത്ത അത്രയും ദുഃഖകരമായ വാർത്തയാണ് ഇവിടെ ഈ എഴുതിയിരിക്കുന്നത്. He then told all about Antonio and about his strange bond with the Shylock to help him. എന്നിട്ട് എന്ത് പറയുന്നു പോർഷ്യയുടെ അടുത്ത്? അന്റോണിയോയെ പറ്റി പറയുന്നു. അന്റോണിയോയും ഷൈലോക്കും തമ്മിലുള്ള ആ ഒരു ഒരിക്കലും എങ്ങും കേട്ടിട്ടില്ലാത്ത പ്രത്യേകതരമായ ഒരു ബോണ്ടിനെ പറ്റി, ആ ഒരു ബോണ്ടിനെ പറ്റി പറയുന്നു. എന്തിനു വേണ്ടിയിട്ടാ? എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ബോണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നു. Bassanio read Antonio's letter. Sweet Bassanio, my ships are all lost. ബസാനിയോ എന്താ വായിക്കുന്നത്? എന്നിട്ട് എന്താ പറയുന്നത്? സ്വീറ്റ് ബസാനിയോ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, എൻ്റെ ഷിപ്സൊക്കെ നഷ്ടമായി, എൻ്റെ കപ്പലുകളൊക്കെ പോയി. മൈ ബോണ്ട് ടു ദ ജൂ ഈസ് ഫോർഫീറ്റഡ്. ഇൻ പേയിങ് ഇറ്റ് ഐ ഷോൾ ലോസ് മൈ ലൈഫ്. ഞാനും ആ ജൂതനും തമ്മിലുള്ള ആ ഒരു എഗ്രിമെൻറ്റിൻ്റെ കാലാവധി കഴിഞ്ഞുപോയി. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാ? എൻ്റെ ജീവൻ താണ്ടേ നഷ്ടപ്പെടാൻ പോകുന്നു, എൻ്റെ ജീവിതം ഇവിടെ അവസാനിക്കുകയാണ്. ഐ വിഷ് ടു സീ യു അറ്റ് മൈ ഡെത്ത്. എനിക്ക് എൻ്റെ മരണസമയത്ത് നിന്നെ ഒന്ന് കാണണം. ബട്ട് ഇറ്റ് ഈസ് യുവർ പ്ലഷർ. നിനക്ക് വരാൻ പറ്റുമെങ്കിൽ മാത്രം നീ ഒന്ന് എത്തുക, നിനക്ക് വരാൻ മനസ്സുണ്ടെങ്കിൽ നീ ഒന്ന് വരിക. ഓ മൈ ഡിയർ ലവ് സെഡ് പോർഷ്യ. പോർഷ്യ ഇത് കണ്ട് വിഷമിച്ച് എന്ത് പറഞ്ഞു? എൻ്റെ പ്രിയപ്പെട്ടവനെ, ബി ക്വിക്ക്, ഒന്ന് പെട്ടെന്ന് ആകട്ടെ. യു ഷാൾ ഹാവ് ഗോൾഡ് ടു പേ ദ മണി 20 times ഓവർ. ഷൈലോക്കിന് കൊടുക്കാനുള്ള പണത്തിൻ്റെ 20 ഇരട്ടി നൽകാനുള്ള അത്രയും സ്വർണം ഇപ്പോൾ നിങ്ങൾക്കുണ്ട്. ബിഫോർ ദിസ് കൈൻഡ് ഫ്രണ്ട് അന്റോണിയോ ഷുഡ് ലോസ് എ ഹെയർ ബൈ മൈ ബസാനിയോസ് ഫോൾട്ട്. എൻ്റെ പ്രിയപ്പെട്ട ബസാനിയോയുടെ തെറ്റുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ ഒരു മുടി പോലും നഷ്ടപ്പെടരുത്. പോർഷ്യ then said she would be married to Bassanio before he set out in order to give him a legal right to her money. എന്താണ്? അവൻ തിരിച്ചു പോകുന്നില്ലേ? ആ ഒരു ഡേറ്റ് ഉണ്ടല്ലോ, ആ ഡേറ്റിന് മുൻപേ തന്നെ നമ്മളുടെ വിവാഹം നടക്കണം, എങ്കിൽ മാത്രമേ ലീഗലായിട്ട്, നിയമപരമായി പോർഷ്യയുടെ സ്വത്തിന് ആർക്ക് അവകാശമുണ്ടാവൂ? ബസാനിയോയ്ക്ക് അവകാശമുണ്ടാവും. പോർഷ്യയുടെ സ്വത്ത് വാങ്ങിക്കൊണ്ടുപോയി അന്റോണിയോ രക്ഷപ്പെടുത്താൻ പറ്റൂ? ഹസ്ബൻഡ് ആണെങ്കിൽ മാത്രമേ ലീഗലായിട്ട്, നിയമപരമായിട്ട് അതിനുള്ള അവകാശം ഉണ്ടാവും. അപ്പോൾ വേഗം തന്നെ വിവാഹം നടത്തണം.
The day of payment being passed, the cruel money lender would not accept the money which Bassanio offered him. ബസാനിയോ എത്രയും പെട്ടെന്ന് പൈസയായിട്ട് പോയി. അപ്പോൾ ആ ഡേറ്റ് കഴിഞ്ഞു പോയില്ലേ, എന്നിട്ട് കോടതിയിൽ ഈ ഒരു വിധി നടപ്പാക്കേണ്ട ഡേറ്റ് ആയി. അപ്പോഴേക്കും നമ്മുടെ ബസാനിയോ ഓഫർ ചെയ്തു, എത്ര രൂപ വേണമെങ്കിലും തരാമെന്നുള്ള ഓഫർ. എത്ര പറഞ്ഞ് 20 ഇരട്ടി. പക്ഷേ ആ ദുഷ്ടനായ ഷൈലോക്ക് അത് കേട്ടോ ഇല്ല, അയാൾ അത് നിരസിച്ചു. ഹി ഇൻസിസ്റ്റഡ് അപ്പോൺ ഹാവിങ് എ പൗണ്ട് ഓഫ് അന്റോണിയോസ് ഫ്ലഷ്. അയാൾക്ക് എന്ത് മതി? അന്റോണിയോയുടെ ശരീരത്തിൽ നിന്നും ഫ്ലഷ് മാത്രം മതി. എ ഡേ വാസ് ഫിക്സ്ഡ് ടു ട്രൈ ദ സ്ട്രേഞ്ച് കേസ് ബിഫോർ ദ ഡ്യൂക്ക് ഓഫ് വെനീസ്. ഇനി നമ്മുടെ വെനീസിലെ ഡ്യൂക്കിൻ്റെ മുന്നിൽ എന്തെത്തി? ഇത്രയും സ്ട്രേഞ്ച് ആയിട്ടുള്ള, ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു കേസ് എത്തി. ആൻഡ് ബസാനിയോ അവൈറ്റഡ് ഇൻ ഡ്രെഡ്ഫുൾ സസ്പെൻസ് ദ റിസൾട്ട് ഓഫ് ദി ട്രയൽ. നീ കോടതി വിധിയുടെ റിസൾട്ട് എന്താകും എന്നുള്ള ആകാംക്ഷയിൽ ആരിയ്ക്കുകയാണ് ബസാനിയോ. അടുത്ത സെക്കൻഡാണ്. സെക്കൻഡ് എന്താ നോക്കിയേ? ദ ഡേ ഓഫ് ദ ട്രയൽ അറൈവ്ഡ്. കോടതിയിലെ വിധിയുടെ ദിവസം. അന്റോണിയോ എന്താണ്? കോടതിയിൽ വാദം കേൾക്കുന്ന ദിവസമാണ്. ആന്റോണിയോ ഡിഡ് നോട്ട് ആസ്ക് ഫോർ മെർസി because he knew well that Shylock was unlikely to grant him any mercy. അന്റോണിയോ ഒരിക്കലും ദയ കാണിക്കണമെന്ന് ഷൈലോക്കിനോട് ആവശ്യപ്പെട്ടിട്ടില്ല. കാര്യം എന്താ? ഷൈലോക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് ആന്റോണിയോയ്ക്ക് നന്നായി അറിയാം. ഇൻ എ വേ ഹി വാസ് വില്ലിംഗ് ടു അക്സെപ്റ്റ് പണിഷ്മെൻറ്റ്. എങ്ങനെയായാലും എന്ത് പണിഷ്മെൻ്റ് ആയാലും നേരിടാം, അത് ഞാൻ സ്വീകരിക്കാം എന്നുള്ള മനസ്സോടുകൂടി ആന്റോണിയോ അങ്ങനെ നിന്നു. അറ്റ് ദി കോർട്ട് ദ ഡ്യൂക്ക് ഹിംസെൽഫ് പ്ലീഡഡ് വിത്ത് ഷൈലോക്ക് ടു ബി മേഴ്സിഫുൾ. ആ ഒരു കോടതിയിൽ ആ ഡ്യൂക്ക് പോലും ഷൈലോക്കിനോട് എന്താവശ്യപ്പെട്ടു? ഒന്ന് കരുണ കാണിക്കണം ഷൈലോക്ക് എന്ന് ആവശ്യപ്പെടുന്നു. ഹി ബ്ലണ്ട്ലി റെഫ്യൂസ്ഡ്. അയാൾ കണ്ണടച്ചത് നിരസിച്ചു. ബസാനിയോ ഓഫേർഡ് ദ ജൂ ട്വൈസ് ദ സം ഓവ്ഡ് ബൈ അന്റോണിയോ. അന്റോണിയോ വാങ്ങിയ കടത്തിന്റെ 2 ഇരട്ടി, അല്ലെ അന്റോണിയോയുടെ കയ്യിലുള്ളതിന്റെ 2 ഇരട്ടി നൽകാം, അന്റോണിയോയുടെ സ്വത്തിന്റെ 2 ഇരട്ടി നൽകാം എന്ന് വരും. ആര് പറഞ്ഞു? നമ്മളുടെ ബസാനിയോ അവിടെ പറഞ്ഞു. ബട്ട് ഹി റിപ്ലൈഡ് ദാറ്റ് ഹി വാണ്ടഡ് ജസ്റ്റിസ്. പക്ഷെ അവൻ എന്താ പറഞ്ഞത്? എനിക്ക് നീതിയാണ് കിട്ടേണ്ടുന്നത്. ആൻഡ് സോ ഹി വുഡ് ആസ്ക് ഫോർ ഹിസ് പൗണ്ട് ഓഫ് ഫ്ലഷ്. എൻ്റെ നീതിയിൽ എന്താ? എനിക്ക് എന്ത് നൽകാം എന്നാണ് പറഞ്ഞിരുന്നത്? എനിക്ക് നൽകാമെന്ന് പറഞ്ഞത് ഫ്ലഷാണ്. അപ്പോൾ ശരിക്കും നീതിപരമായി എനിക്ക് എന്താ കിട്ടണ്ടേ? ഫ്ലഷ് തന്നെയാണ്. എനിക്കത് മതി, പൈസ വേണ്ട. ഈവൻ ഇഫ് ഹി വാസ് ഓഫേർഡ് 6000 ടൈംസ് ദ എമൗണ്ട്. ഈ തുകയുടെ 6000 ഇരട്ടി തരാമെന്ന് പറഞ്ഞാലും എനിക്ക് വേണ്ട. എനിക്ക് അവൻ്റെ ശരീരത്തിൽ നിന്നും ഇത്രയും ഫ്ലഷ് മാത്രം മതി. When the Duke asked Shylock how he could hope for mercy from God if he himself showed no mercy to his fellow beings. എന്താണ്? നല്ലൊരു ചോദ്യമാണ് ഡ്യൂക്ക് ചോദിക്കുന്നത്. എന്താണ്? നീ എങ്ങനെ, നമ്മളൊക്കെ ദൈവത്തെ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ എന്നെ രക്ഷിക്കണേ, എന്നോട് കരുണ കാണിക്കണേ എന്നാ പ്രാർത്ഥിക്കുകയല്ലേ. അപ്പോൾ നീ ദൈവത്തിനോട് കരുണ കാണിക്കണേ, എന്നോട് കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിനക്കതെങ്ങനെ പറ്റും? കാര്യം എന്താ? നീ മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നില്ല. മറ്റുള്ളവരോട് നീ കരുണ കാണിക്കാതെ നീ ദൈവത്തിനോട് ദൈവമേ നീ എന്നോട് കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതിൽ എന്താർത്ഥമാ ഉള്ളത്? ഷൈലോക്ക് റിപ്ലൈഡ് ദാറ്റ് ഹീ വാണ്ടഡ് നോ മെർസി ഇഫ് ഗോഡ് ഗ്രാൻസ് ഹിം ജസ്റ്റിസ്. എന്താണ്? എനിക്ക് ദയൊന്നും വേണ്ട, ദൈവം എനിക്ക് നീതി അങ്ങ് തന്നാൽ മതി. സോ സേയിങ് ഹീ ബിഗാൻ ടു ഷാർപ്പൻ ദ ലോങ് നൈഫ്. അയാൾ കത്തിയൊക്കെ ആയിട്ടാ വന്നിരിക്കുന്നത്, ഇപ്പം തന്നെ മുറിച്ചുകൊണ്ട് പോണ്ടേ. അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കത്തിയുടെ മൂർച്ച കൂട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. Portia, who had decided to come to Venice and to speak in Antonio's defense, reached there on the day of the trial with her friend Nerissa. ഇനി പോർഷ്യയുടെ കാര്യം. പോർഷ്യ എന്ത് തീരുമാനിച്ചിരുന്നു? ഈ കോടതിയിലെ വാദം നടക്കുന്ന ദിവസം അന്റോണിയോയെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്തണം എന്ന് പോർഷ്യ വിചാരിച്ചിരുന്നു. പോർഷ്യയ്ക്ക് അന്റോണിയോയെ സഹായിക്കണം. അപ്പോൾ അതിനുവേണ്ടി അവിടേക്ക് എത്തുന്നു. കൂടെ ആരുമുണ്ട്? നെറിസ എന്നുള്ള ഫ്രണ്ട്. ഇനി ശ്രദ്ധിക്കണം, പോർഷ്യ എങ്ങനെയാണ് എത്തുന്നത്? ദേ ഡിസ്ഗൈസ് ദംസെൽസ്. വേഷം മാറി. ഡിസ്ഗൈസ് എന്ന് പറഞ്ഞാൽ വേഷപ്രച്ഛന്നർ, വേറെ വേഷത്തിലാണ് വരുന്നത്. പോർഷ്യ അപ്പിയർഡ് ഇൻ എ ലോയേഴ്സ് ഗൗൺ ആൻഡ് നെറിസ ഫോളോഡ് ഹർ ആസ് ഹർ ക്ലർക്ക്. പോർഷ്യ വരുന്നത് ഒരു വക്കീലിൻ്റെ വേഷത്തിലാണ്. നെറിസ പോർഷ്യയുടെ ഫ്രണ്ടാണ്. വരുന്നത് പോർഷ്യയുടെ ഗുമസ്തല ക്ലർക്കിൻ്റെ രൂപത്തിലാണ് വരുന്നത്. ദ കേസ് വാസ് ജസ്റ്റ് ഗോയിങ് ടു ബി ഹേർഡ് ബിഫോർ ദ ഡ്യൂക്ക്. കേസ് ഡ്യൂക്കിൻ്റെ മുന്നിൽ വാദം തുടങ്ങുന്ന സമയമായി. പോർഷ്യ എൻറ്റേർഡ് ദി ഹൈക്കോർട്ട് ഓഫ് ജസ്റ്റിസ് ആൻഡ് പ്രസൻറ്റഡ് എ ലെറ്റർ ഫ്രം ബെലാരിയോ ഹു വാസ് എ ലോയർ. ഇനി പോർഷ്യ അവിടെ എത്തുന്നു, ഹൈക്കോർട്ടിൽ എത്തുന്നു. ഹൈക്കോർട്ടിൽ എത്തിയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു. എന്താ പ്രസൻറ്റ് ചെയ്യുന്നത്? ഒരു ലെറ്റർ അവിടെ കൊടുക്കുന്നു. ആരുടെ കയ്യിൽ നിന്നാണ്? ബെലാരിയയുടെ കയ്യിൽ നിന്നും. ബെലോറിയ എന്ന് പറയുന്നത് ഒരു വക്കീലാണ്. ഒന്നുകൂടെ പറയാം, പോർഷ്യ അവിടെ എത്തുന്നു. ഓക്കെ, ഹൈക്കോർട്ടിൽ എത്തിയിട്ട്
അവിടെയാണ് വാദം നടക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് ഒരു ലെറ്റർ കൈമാറുന്നു. ലെറ്റർ കൊടുത്തു വിട്ടത് ആരാണ്? ഒരു വക്കീലാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് ബെലാരിയോ. ബെലാരിയോ എന്ന് പറയുന്ന വക്കീലിൻ്റെ അടുത്ത് നിന്നും ലെറ്ററുമായിട്ടാണ് പോർഷ്യ വരുന്നത്. ആ ലെറ്ററിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഇത് ഈ ബെലാരിയെ പറ്റി പറയാം. ബെലാരിയോ ഹു വാസ് എ ലോയർ ആൻഡ് റിലേറ്റീവ് ഓഫ് പോർഷ്യ. ഈ ബെലാരിയോ എന്ന് പറയുന്ന ആളൊരു വക്കീലുമാണ്, പോർഷ്യയുടെ ബന്ധുവുമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ലെറ്ററുമായിട്ടാണ് പോർഷ്യ അവിടെ കോടതിയിൽ എത്തുന്നത്. In that letter, the learned counselor had written that the bearer of the letter, Balthasar, could be permitted to plead for Antonio as he was sick and unable to come by himself. മുറിച്ച് പറയാം. Okay. In that letter, the learned counselor had written that. ഇനി ഈ ഒരു ലെറ്ററിനകത്ത് എന്തോ എഴുതിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ the bearer of the letter, Balthasar. ഈ ബെയറർ, ലെറ്റർ കൊണ്ടുവരുന്ന ആൾ പേരെന്തോന്നാ പറയുന്നത്? ബെൽത്താസാർ. അപ്പോൾ ഈ ബെൽത്താസാർ ആരാ? ശരിക്കും ബെൽത്താസാർ എന്ന് പറയുന്നത് പോർഷ്യ വേഷം മാറി വന്നില്ലേ? പോർഷ്യയാണ് ബെൽത്താസാർ. പോർഷ്യ ഒരു പുരുഷൻ്റെ, ബെൽത്താസാർ എന്നുള്ള ഒരു പുരുഷൻ്റെ വേഷത്തിലാണ് വരുന്നത്. മനസ്സിലായില്ലേ? ഒരാൾ വേഷം മാറുമ്പോൾ വേറെ പല പേരുകൾ ഇട്ടൂടെ? അങ്ങനെ പോർഷ്യ വേഷം മാറി ബെൽത്താസാർ എന്ന പേരിലാണ് കോടതിയിലെത്തിയിരിക്കുന്നത്. അപ്പോൾ ആ വക്കീൽ എന്തുവാണ് ആ ലെറ്റർ എഴുതി കൊടുത്തു വിട്ടിരിക്കുന്നത്? ഈ ബെൽത്താസാർ എന്ന് പറഞ്ഞ ആളെ എന്ത് ചെയ്യണം? കുഡ് ബി പെർമിറ്റഡ് ടു പ്ലീഡ് ഫോർ അന്റോണിയോ. അന്റോണിയോയ്ക്ക് വേണ്ടി വാദിക്കാനായിട്ട് അനുവദിക്കണം. ആസ് ഹി വാസ് സിക്ക്. അപ്പോൾ എന്താ, എനിക്ക് ഈ അതായത് ലെറ്റർ കൊടുത്തു വിട്ട ആൾ വക്കീലാന്ന് പറഞ്ഞില്ലേ? എന്തോ പേര് നമ്മൾ പറഞ്ഞത്? ബെലാരിയോ. ബെലാരിയോ എന്ന് പറഞ്ഞ ആളല്ലേ കൊടുത്തു വിട്ടെ? എനിക്ക് പനിയാണ്, അതുകൊണ്ട് ഈ ലെറ്റർ കൊണ്ടുവരുന്ന ബെൽത്താസാറിനെ കൊണ്ട് അന്റോണിയോയ്ക്ക് വേണ്ടി ഒന്ന് വാദിപ്പിക്കണം. അന്റോണിയോയ്ക്ക് വേണ്ടി വാദിക്കാൻ ബെൽത്താസാറിനെ അനുവദിക്കണം. അപ്പോൾ ബെൽത്താസാർ എന്ന രൂപത്തിൽ വന്നിരിക്കുന്നത് പോർഷ്യയാണ്. The Duke granted this, wondering at the youthful appearance of the stranger. അപ്പം ഡ്യൂക്ക് അനുവദിക്കുന്നു. കാര്യം എന്താ? വക്കീലിനെത്താൻ പറ്റുന്നില്ല, പകരം ആളെ വിട്ടു. അപ്പം അത് അനുവദിച്ചിട്ട് ആ ബൽത്താസാറിൻ്റെ അപ്പിയറൻസ് കണ്ടിങ്ങനെ നോക്കുക. ഹു വാസ് വെൽ ഡിസ്ഗൈസ്ഡ് ഇൻ ഹെർ കൗൺസിലേഴ്സ് റോബ്സ് ആൻഡ് ലാർജ് പിക്. അപ്പോൾ എന്താ, വളരെ നല്ല രീതിയിൽ ഒരു വക്കീലിൻ്റെ വേഷമൊക്കെ ഇട്ട് ഒരുങ്ങി റെഡി ആയിട്ടാണ് ആര് വന്നിരിക്കുന്നത്? നമ്മുടെ പോർഷ്യ വന്നിരിക്കുന്നത്. അപ്പോൾ പോർഷ്യ വക്കീലായപ്പോൾ ഏത് പേരാ സ്വീകരിച്ചേ? ബെൽത്താസാർ. And now began the important trial. Portia looked around and saw the merciless money lender. ഇനി വാദം ആരംഭിച്ചു. പോർഷ്യ ആരെ കണ്ടു? ഒരു ദയമില്ലാത്ത ആ കടം കൊടുത്ത ആളെ ഇങ്ങനെ കണ്ടു. ഷീ സോ ബെസാനിയോ ടു. ബെസാനിയോയും കണ്ടു. ബെസാനിയോ പോർഷ്യയുടെ ആരാ? വിവാഹം കഴിച്ച ആളാണ്. ബട്ട് ഹി ന്യൂ ഹർ നോട്ട് ഇൻ ഹർ ഡിസ്കേസ്. പക്ഷെ അവൾ വേഷം മാറി വന്നുകൊണ്ട് നമ്മുടെ ബസാനിയോയ്ക്ക് അവളെ മനസ്സിലായില്ല. ഷീ റെഡ് ദ ബോണ്ട് ആൻഡ് ടേൺ ടുവേർഡ്സ് ഷൈലോക്ക് ആൻഡ് ടോൾഡ് ഹിം ദാറ്റ് ഹി ഹാഡ് ദ റൈറ്റ് ടു ഹിസ് പൗണ്ട് ഓഫ് ഫ്ലഷ്. അവൾ ആ എഗ്രിമെൻ്റ് ഒക്കെ വായിച്ചിട്ട് നമ്മുടെ ഷൈലോക്കിനോട് ചെന്ന് എന്താ പറയുന്നത്? തീർച്ചയായിട്ടും നിനക്ക് ആ ഒരു മാംസത്തിന് അവകാശമുണ്ട്, അതാണ് ഈ ബോണ്ടിലുള്ളത്. ഓക്കെ. ഹിയറിങ് ഇറ്റ് ഷൈലോക്ക് ഫെൽറ്റ് ഹാപ്പി. അപ്പോൾ അന്റോണിയോയുടെ വക്കീൽ ഇങ്ങനെ പറയുമ്പോൾ ഷൈലോക്ക് ഹാപ്പിയായി. ഷീ ദെൻ സ്പോക്ക് ഇലക്കൻലി ഓഫ് ദ നോബിൾ ക്വാളിറ്റി ഓഫ് മെസ്സി. ഇതിന് ശേഷം ഈ ദയ എന്ന് പറയുന്നതിൻ്റെ ക്വാളിറ്റിയെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇറ്റ് വുഡ് ഹാവ് സോഫ്റ്റൻ ദ ഹാർട്ട്സ് ഓഫ് ഓൾ എക്സ്പെക്ട് ദാറ്റ് ഓഫ് ഷൈലോക്ക്. എന്താണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്നവരെല്ലാവരെയും മനസ്സലിഞ്ഞു. ആരെ മാത്രം അലിഞ്ഞില്ല? ഷൈലോക്കിൻ്റെ മാത്രം അലിഞ്ഞില്ല. ഷീ സെഡ് ദാറ്റ് മെർസി ഡ്രോപ്ഡ് as the gentle rain from heaven upon the place beneath. മെസ്സി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്നും മഴ പോലെ വന്ന് താഴേക്ക് വീണ ഒന്നാണ് മെസ്സി, ദയ. Mercy was a double blessing. It blessed him that gave and him that received it. മെർസിക്ക് രണ്ട് ഗുണങ്ങളാണ് ഉള്ളത്. എന്താണ് അത്? ഞാൻ ഒരാളോട് ദയ കാണിച്ചാൽ ആ ദയ ഞാൻ ആർക്കാണോ കൊടുക്കുന്നത് അയാളെ ഹെൽപ്പ് ചെയ്യും. ദയ കൊടുത്തത് ഞാനല്ലേ, എന്നെ സഹായിക്കും. ഞാൻ ആർക്കാണോ കൊടുത്തത് അയാൾക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും, അയാളെയും അനുഗ്രഹിക്കും. ഗ്രേറ്റ് കിങ്സ് ഹാവ് ഓൾവേസ് ഷോൺ മെർസി. വലിയ വലിയ രാജാക്കന്മാരൊക്കെ ദയ കാണിച്ചിട്ടുള്ളവരാണ്. ഇറ്റ് വാസ് ആൻ ആട്രിബ്യൂട്ട് ഓഫ് ഗോഡ് ഹിംസെൽഫ്. ദൈവത്തിൻ്റെ കരുണയാണ് ഇവിടെ കാണിക്കുന്നത്. ഷീ ആസ്ക്ഡ് ഷൈലോക്ക് ടു റിമെമ്പർ ദാറ്റ് as we all prayed for mercy from God. അപ്പോൾ എന്ത് ഓർമ്മിപ്പിക്കുന്നു? നമ്മളെല്ലാവരും ദൈവത്തിനോട് എന്നോട് കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. We were bound to be merciful to our fellow beings. നമ്മളുടെ ചുറ്റും ജീവിക്കുന്നവരോടും അതുപോലെ കരുണ കാണിക്കണം. ബട്ട് ഷൈലോക്ക് ഇൻസിസ്റ്റഡ് ഓൺ ഗെറ്റിംഗ് ദ പെനാലിറ്റി സ്റ്റേറ്റഡ് ഇൻ ദ ബോണ്ട്. പക്ഷേ ഷൈലോക്കിന് എന്ത് മതി? അതിനകത്ത് എഴുതിയിരിക്കുന്ന എനിക്ക് എന്താണ് പകരം തരാം എന്ന് പറഞ്ഞിരിക്കുന്ന ആ പെനാലിറ്റി മതി. ഈസ് ഹി നോട്ട് ഏബിൾ ടു പേ ദ മണി ആസ് ദ യങ് ലോവർ ബെൽത്താസർ. ബെൽത്താസർ എന്താ ചോദിക്കുന്നത്? അയാൾക്ക് പണം തിരിച്ചു തരാനുള്ള കഴിവില്ലേ?
Bassanio then offered him the 3,000 ducats as many times over as he should desire. അയാൾക്ക് എത്ര ഇരട്ടി, ഈ 3000 ഡക്കേർഡ്സിൻ്റെ എത്ര ഇരട്ടി വേണോ അത്രയും ഞങ്ങൾ കൊടുത്തോളാം എന്ന് ബൽത്താസാർ പറയുന്നു. യെറ്റ് ഷൈലോക്ക് റിഫ്യൂസ്ഡ് ഇറ്റ്. എന്നിട്ടും ഷൈലോക്ക് അത് നിരസിക്കുന്നു. ഹീ സ്റ്റിൽ ഇൻസിസ്റ്റഡ് അപ്പോൺ ഹാവിങ് എ പൗണ്ട് ഓഫ് അന്റോണിയോസ് ഫ്ലഷ്. എനിക്കിപ്പോഴും എന്ത് മതി? അന്റോണിയോയുടെ മാംസം മതി. ദ യങ് കൗൺസിലർ നൗ വോണ്ടഡ് ഷൈലോക്ക് ടു ലെറ്റ് ഹർ ഹാവ് എ ലുക്ക് അറ്റ് ദ ബോണ്ട് വൺസ് അഗെയിൻ. അപ്പോഴേക്കും വീണ്ടും നമ്മുടെ ബൽത്താസാർ, പോർഷ്യ വന്ന് എന്താ പറയുന്നത്? ഒന്നും കൂടി ബോണ്ട് ഒന്ന് കാണിക്കാൻ നോക്കട്ടെ. വെൻ ഷീ ഹാഡ് റെഡ് ഇറ്റ് ഷീ സെഡ്, this bond is forfeited and by this the money lender lawfully claims a pound of flesh. ഈ പറഞ്ഞിരിക്കുന്നത് ഇയാളെ കൊണ്ട് അടയ്ക്കാൻ പറ്റില്ല, എൻ്റെ ഡേറ്റ് കാലാവധിയൊക്കെ കഴിഞ്ഞു പോയി, അതുകൊണ്ട് തന്നെ നിയമപരമായി ഷൈലോക്കിന് എന്ത് കിട്ടാം? ആ ഒരു ഫ്ലഷ് കിട്ടാം. ടു ബി കട്ട് ഓഫ് ബൈ ഹിം നിയറസ്റ്റ് അന്റോണിയോസ് ഹാർട്ട്. എവിടെ നിന്ന് എടുക്കാം? അന്റോണിയോയുടെ ഹൃദയത്തിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ, ചെസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ കട്ട് ചെയ്ത് എടുക്കാം. ദെൻ ഹി സെഡ് ടു ഷൈലോക്ക്. ഷൈലോക്കിനോട് എന്നിട്ട് എന്ത് പറയുന്നു? ബി മെർസിഫുൾ, ടേക്ക് ദ മണി ആൻഡ് ബിഡ് മീ ടിയർ ദി ബോണ്ട്. എന്താണ്? നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കരുണ കാണിക്കൂ, നിങ്ങൾ ആ പൈസ വാങ്ങൂ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം? ഈ ബോണ്ട് എന്നെ കൊണ്ട് ഞാനങ്ങ് കീറി കളഞ്ഞോളാം എന്ന് പറയും. ബട്ട് നോ മെർസി വുഡ് ദ ക്രൂവൽ ഷൈലോക്ക് ഷോ. പക്ഷേ ക്രൂവലായിട്ടുള്ള ഷൈലോക്ക് ഒരു മെർസിയും കാണിച്ചില്ല. ഹീ സെഡ്, അയാൾ എന്ത് പറഞ്ഞു? ബൈ മൈ സോൾ ഐ സ്വെയർ നോ മാൻ ക്യാൻ പെർസ്വേഡ് മീ ടു ചേഞ്ച് മൈ മൈൻഡ്. ഞാൻ എൻ്റെ ആത്മാവിനെ തൊട്ട് പറയുകയാണ്, എൻ്റെ മനസ്സ് മാറ്റാൻ ആരെ കൊണ്ടും പറ്റത്തില്ല. Now Antonio, said Balthasar, you must prepare your bosom for the knife. ഇനി എന്താ പറയുന്നത്? അന്റോണിയോ എന്നിട്ട് ആരാണ്? അന്റോണിയോക്ക് വേണ്ടി വാദിക്കാൻ വന്ന ആളല്ലേ അവർ, ബൽത്താസാർ അല്ലേ? ബൽത്താസാർ അന്റോണിയോട് എന്ത് പറയുന്നു? നീ നിന്റെ മരണത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു കത്തിക്ക് ഇരയാകാൻ ഒരുങ്ങിക്കോളൂ. While Shylock was sharpened the long knife and feeling its sharp edge, Balthasar asked Antonio, have you got anything to say? എന്താണ്? ഷൈലോക്ക് അപ്പോഴേക്കും കത്തിയുടെ മൂർച്ചയൊക്കെ കൂട്ടി അന്റോണിയോയുടെ ഫ്ലഷ് മുറിക്കാനായിട്ടൊക്കെ റെഡി ആവുന്ന സമയത്ത് ബൽത്താസാർ അന്റോണിയോട് എന്ത് ചോദിക്കുന്നു? ഹാവ് യു ഗോട്ട് എനിത്തിങ് ടു സേ? നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അന്റോണിയോ കാംലി സെഡ്. അന്റോണിയോ കാമായിട്ട് ശാന്തനായി എന്ത് പറഞ്ഞു? ഐ ഹാവ് ബട്ട് ലിറ്റിൽ ടു സേ, ഐ ഹാവ് പ്രിപ്പയർഡ് മൈ മൈൻഡ് ടു ഡൈ. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ഞാൻ എന്ത് ചെയ്യുകയാണ്? എൻ്റെ മനസ്സിനെ മരണം നേരിടാൻ പ്രിപ്പയർ ചെയ്യുകയാണ്, ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ദെൻ ഹീ ടേൺ ടു ബസാനിയോ ആൻഡ് സെഡ്. എന്നിട്ട് അന്റോണിയോ ബസാനിയോയുടെ അടുത്തേക്ക് തിരിഞ്ഞിട്ട് എന്ത് പറയുന്നു? ഗിവ് മീ യുവർ ഹാൻഡ് ബസാനിയോ. നീ നിൻ്റെ കൈ എനിക്ക് തരൂ ബസാനിയോ. ഫെയർ യു വെൽ. ഞാൻ നിന്നോട് യാത്ര പറയുന്നു. ഗ്രേവ് നോട്ട് ദാറ്റ് ഐ ഹാവ് ഫോളൻ ഇൻ ടു ദിസ് മിസ്ഫോർച്യൂൺ ഫോർ യുവർ സേക്ക്. ഞാൻ നിന്നെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ നിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടാണല്ലോ എനിക്കിങ്ങനെ പറ്റിയെന്ന് ഓർത്ത് നീ ദുഃഖിക്കണ്ട. ടെൽ മൈ റിഗാർഡ്സ് ടു യുവർ ഓണറബിൾ വൈഫ്. എൻ്റെ അന്വേഷണം നിൻ്റെ ഭാര്യയോട് പറയണം. ആൻഡ് ഹൗ ഐ ഹാഡ് ലവ്ഡ് യു. എന്നിട്ട് ഞാൻ നിന്നെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നും നീ നിൻ്റെ ഭാര്യയോട് പറയണമെന്ന് അന്റോണിയോ ആരോട് പറയുന്നു? ബസാനിയോയുടെ കൂടെ പറയുന്നു. ഇൻ ദ ഡീപ്പസ്റ്റ് ആഗണി ബസാനിയോ റിപ്ലൈഡ്. അങ്ങേയറ്റം വിഷമത്തിൽ ബസാനിയോ എന്ത് പറയുന്നു? അന്റോണിയോ, ഐ ആം മാരീഡ് ടു എ വൈഫ് who is as dear to me as life itself. അന്റോണിയോ, ഞാൻ ഒരു സ്ത്രീയെ, ഞാൻ എൻ്റെ ഭാര്യയെ വിവാഹം കഴിച്ചു. who is as dear to me as life itself. ജീവിതം എത്രത്തോളം എനിക്ക് പ്രിയപ്പെട്ടതാണോ അത്രത്തോളം എനിക്ക് അവളെയും പ്രിയപ്പെട്ടതാണ്. but life itself, my wife and all the world are not considered by me above your life. പക്ഷേ എൻ്റെ ഭാര്യയും എൻ്റെ ജീവിതവും ഒന്നും നിൻ്റെ ജീവിതത്തെക്കാൾ വലുതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഐ ആം വില്ലിങ് ടു ലൂസ് ഓൾ. ഞാൻ എല്ലാം കളയാൻ തയ്യാറാണ്. ഐ വുഡ് സാക്രിഫൈസ് എവറിത്തിങ് ടു ദിസ് ഡെവിൽ ഹിയർ ടു സേവ് യു. ഞാനിതെല്ലാം ഇവിടെ നിൽക്കുന്ന ഈ പിശാചിൻ്റെ മുന്നിൽ സമർപ്പിക്കാം, നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഇതെല്ലാം ഞാൻ അവന് കൊടുക്കാൻ തയ്യാറാണ്. ഷൈലോക്ക് നൗ ക്രൈഡ് ഔട്ട് ഇംപേഷ്യൻ്റ്ലി. ഇത്രയായപ്പോൾ ഷൈലോക്കിന് സഹിക്കാൻ പറ്റുന്നില്ല, ദേഷിച്ചുകൊണ്ട് എന്ത് പറയുന്നു? വി ആർ വേസ്റ്റിംഗ് ടൈം. നമ്മളിവിടെ എന്ത് ചെയ്യുകയാണ്? സമയം വെറുതെ കളയുന്നു. I pray pronounce the sentence. Every heart was full of grief for Antonio. I pray pronounce the sentence. ഇനി വിധി പ്രഖ്യാപിക്കാൻ ഞാൻ നിങ്ങളോട് പറയുകയാണ്. Every heart was full of grief for Antonio. അപ്പം എന്താ പറയുന്നത്? നിങ്ങളൊന്ന് ഇതൊക്കെ നിർത്തിയിട്ട് വിധി ഒന്ന് പ്രഖ്യാപിക്കൂ. എന്നിട്ട് പറയുമ്പോൾ എല്ലാവരും അന്റോണിയോയെ ഓർത്ത് സങ്കടപ്പെടുന്നു. As the judgment was going to be announced, the young lover asked Shylock if there were balances to weigh the flesh. ഇനി എന്താണ് വിധി പറയുന്ന സമയമൊക്കെ ആയപ്പോൾ ബൽത്താസാർ എന്താണ് ഷൈലോക്കിനടുത്ത് ചോദിക്കുന്നത്? നീ മാംസം തൂക്കണ്ടേ? 1 പൗണ്ട് വേണമല്ലോ. വെയിറ്റിംഗ് മെഷീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? വെയിങ് മെഷീൻ നീ കൊണ്ടുവന്നിട്ടുണ്ടോ?
ഷൈലോക്ക് സെഡ് ദാറ്റ് ഹി ഹാഡ് ദം റെഡി. ഞാൻ അതൊക്കെ കൊണ്ടാണ് വന്നിരിക്കുന്നത്. The lawyer also asked him if he had called a doctor lest Antonio bleeds to death. വീണ്ടും ചോദിക്കുക, എന്താ ചോദിക്കുന്നത്? അപ്പം നീ ഡോക്ടറെ കൊണ്ടുവന്നിട്ടുണ്ടോ? നിനക്ക് ഫ്ലഷ് മതിയല്ലോ, ഫ്ലഷ് മുറിച്ചെടുക്കുമ്പോൾ അന്റോണിയോ രക്തം മാർന്ന് മരിച്ചു പോയാലോ, അതിന് നീ ഡോക്ടറെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഷൈലോക്ക് സെഡ് നോ, ഇല്ല ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ആൻഡ് ആഡഡ് ദാറ്റ് ഇറ്റ് വാസ് നോട്ട് റിട്ടൺ ഇൻ ദ ബോണ്ട്. എന്നിട്ട് എന്തും പറയുന്നു, ബോണ്ടിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ. ബൽത്താസാർ റിപ്ലൈഡ്, ബൽത്താസാർ എന്ത് മറുപടി പറഞ്ഞു? ഇറ്റ് ഈസ് നോട്ട് സോ നെയിംഡ് ഇൻ ദ ബോണ്ട് ബട്ട് വാട്ട് ഓഫ് ദാറ്റ്. അത് ബോണ്ടിലില്ല, പക്ഷെ അങ്ങനെ ആയാൽ എന്ത് ചെയ്യും? ഇറ്റ് വാസ് ഗുഡ് ഇഫ് യു ഡിഡ് സോ മച്ച് ഫോർ ദ സേക്ക് ഓഫ് ചാരിറ്റി. നീ ചാരിറ്റി കൊണ്ട് നീ അങ്ങനെ ചെയ്താൽ അത് നല്ലൊരു കാര്യം ആയിരിക്കും. എന്താ, നീ അത് എഴുതിയിട്ടില്ല എന്നുള്ളത് ശരിയാ, പക്ഷേ ഒരു ശകലം ദയ വേണ്ടേ? നീ അങ്ങനെ കൂടെ അതും കൂടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ നന്നായേനെ എന്ന് പറയുന്നു. ടു ദിസ് ഷൈലോക്ക് ആൻസേർഡ്. അപ്പോൾ ഷൈലോക്ക് എന്താ പറയുന്നത്? ഐ കനോട്ട് ഫൈൻഡ് ഇറ്റ്, ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ ബോണ്ട്. ഞാനതൊന്നും ചെയ്യത്തില്ല, അതൊന്നും ബോണ്ടിൽ ഇല്ല. ദെൻ അപ്പോൾ ബൽത്താസാർ എന്താ പറയുന്നേ? സെഡ് ബൽത്താസാർ, എ പൗണ്ട് ഓഫ് അന്റോണിയോസ് ഫ്ലഷ് ഈസ് യോസ്. 1 പൗണ്ട് ഫ്ലഷ്, മാംസം അന്റോണിയോയുടെ നിനക്ക് വേണം, അത് നീ തന്നെ അങ്ങ് എടുത്തോ, അത് നിനക്കുള്ളതാ. ദ ലോ അലോസ് ഇറ്റ്, നിയമം അത് തരുന്നുണ്ട്. ആൻഡ് ദ കോർട്ട് അവാർഡ്സ് ഇറ്റ്, എന്താണ്, കോടതി അത് അനുവദിച്ചിട്ടുമുണ്ട്. ആൻഡ് യു മേ കട്ട് ദിസ് ഫ്ലഷ് ഫ്രം ഹിസ് ചെസ്റ്റ്. നിനക്ക് കട്ട് ഓഫ്, യു മേ കട്ട് ദിസ് ഫ്ലഷ് ഫ്രം ഓഫ് ഹിസ് ചെസ്റ്റ്. നിനക്കത് അവൻ്റെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് നിന്നും മുറിച്ചെടുക്കാം. ബട്ട് ദിസ് ബോണ്ട് ഹിയർ ഗിവ്സ് യു നോ ഡ്രോപ്പ് ഓഫ് ബ്ലഡ്. പക്ഷേ ഈ ബോണ്ടിൽ എന്തും നിനക്ക് തന്നിട്ടില്ല, ഒരു തുള്ളി രക്തം പോലും ഈ ബോണ്ട് വഴി നിനക്ക് കിട്ടത്തില്ല. ദ വേർഡ്സ് ക്ലിയർലി ആർ എ പൗണ്ട് ഓഫ് ഫ്ലഷ്. ഈ തന്നിരിക്കുന്ന ബോണ്ട് എന്താണ്? പൗണ്ട് ഓഫ് ഫ്ലഷ്, 1 പൗണ്ട് മാംസം മാത്രം എന്ന് ഇതിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്. ഇഫ് ഇൻ കട്ടിംഗ് ഓഫ് ദ പൗണ്ട് ഓഫ് ഫ്ലഷ് യു ഷെഡ് 1 ഡ്രോപ്പ് ഓഫ് അന്റോണിയോസ് ബ്ലഡ്, യുവർ ലാൻഡ്സ് ആൻഡ് ഗുഡ്സ് ആർ ബൈ ദ ലോ ടു ബി കോൺഫിസ്കേറ്റഡ് ടു ദി സ്റ്റേറ്റ് ഓഫ് വെനീസ്. എന്താണ്? നീ ഇത് മുറിക്കുമ്പോൾ, ഇഫ് ഇൻ കട്ടിംഗ് ഓഫ് ദ പൗണ്ട് ഓഫ് ഫ്ലഷ് യു ഷെഡ് 1 ഡ്രോപ്പ് ഓഫ് അന്റോണിയോസ് ബ്ലഡ്. നീ ഇത് കട്ട് ചെയ്യുമ്പോൾ 1 ഡ്രോപ്പ് ബ്ലഡ് അന്റോണിയോയുടെ ശരീരത്തിൽ നിന്നും വരികയാണെങ്കിൽ, യുവർ ലാൻഡ്സ് ആൻഡ് ഗുഡ്സ് ആർ ബൈ ദ ലോ, നിന്റെ സ്വത്തും സമ്പാദ്യവും ഒക്കെ നിയമത്തിന് പോകും. ടു ബി കൺഫിസ്കേറ്റഡ് ടു ദി സ്റ്റേറ്റ് ഓഫ് വെനീസ്. അതൊക്കെ നീ ആർക്ക് കൊടുക്കേണ്ടി വരും? വെനീസിന് നൽകേണ്ടി വരും, ഈ രാജ്യത്തിന് നീ അങ്ങ് നൽകേണ്ടി വരും എന്ന് പറയുന്നു. ഹിയറിംഗ് ദിസ് ഷൈലോക്ക് വാസ് ടോട്ടലി കൺഫ്യൂസ്ഡ്. ഇതൊക്കെ കേട്ടപ്പോൾ ഷൈലോക്കിനാകെ കൺഫ്യൂഷനായി. ഇറ്റ് വാസ് അട്ടർലി ഇമ്പോസിബിൾ ഫോർ ഷൈലോക്ക് ടു കട്ട് ഓഫ് ദി പൗണ്ട് ഓഫ് ഫ്ലഷ് വിത്തൗട്ട് ഷെഡിങ് സം ഓഫ് അന്റോണിയോസ് ബ്ലഡ്. എന്താണ് നടക്കുന്ന കാര്യമാണോ? കൈ ഒന്ന് മുറിഞ്ഞാൽ തന്നെ ഒത്തിരി ചോര പോകും അല്ലേ? അപ്പോഴാണ് 1 പൗണ്ട് ഫ്ലഷ് ചെസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് മുറിച്ചെടുക്കുമ്പോൾ. അപ്പോൾ മുറിച്ചെടുക്കണമെങ്കിൽ അതിൽ ബ്ലഡ് പൊടിയും. ബ്ലഡ് പൊടിയാതെ, ബ്ലഡ് കളയാതെ അത് മുറിച്ചെടുക്കാൻ പറ്റത്തില്ല എന്നത് അറിയാം. ദിസ് വൈസ് ഡിസ്കവറി ഓഫ് ബൽത്താസാർ സേവ് ദ ലൈഫ് ഓഫ് അന്റോണിയോ. അപ്പം അങ്ങനെ ഒരു കണ്ടുപിടുത്തം ഉള്ളത് കൊണ്ട് അന്റോണിയോയുടെ ജീവിതം രക്ഷപ്പെട്ടു. ഇനി 3ാമത്തെ പാർട്ട്. All admired the wonderful sagacity of the youth counselor. Finding himself defeated in his cruel intent, Shylock said with a disappointed look that he was ready to take the money. എളുപ്പമായിപ്പോയി. എന്താണ് ഈ ഒരു കണ്ടുപിടുത്തം? പെട്ടെന്ന് ഇങ്ങനെ ഒരു കണ്ടുപിടുത്തം നടത്തിയത് കൊണ്ടാണ് ആരുടെ ജീവിതം രക്ഷപ്പെട്ടത്? നമ്മുടെ അന്റോണിയോയുടെ ജീവിതം രക്ഷപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ബൽത്താസാർ എന്ന ലോയറിനെ എന്ത് ചെയ്യുന്നു? പുകഴ്ത്തുന്നു. അപ്പോഴേക്കും നമ്മുടെ ഷൈലോക്കിന് അബദ്ധം പറ്റി. ഷൈലോക്ക് എല്ലാം ഒക്കെ മാറ്റി വെച്ചിട്ട് എന്ത് പറയുന്നത്? ഞാൻ എന്തായാലും തോറ്റു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാം? ഷൈലോക്ക് സെഡ് ദാറ്റ് ഇൻ എ ഡിസപ്പോയിൻറ്റഡ് ലുക്ക് ഹി വാസ് റെഡി ടു ടേക്ക് ദി മണി. എന്നാൽ പിന്നെ എന്ത് ചെയ്യാം? പൈസയും കൊണ്ടങ്ങ് പോവല്ലേ എന്നുള്ള രീതിയിലായി. Rejoiced beyond measure at Antonio's unexpected deliverance, Bassanio cried out, "Here is the money." എന്താണ്? അന്റോണിയോ രക്ഷപ്പെട്ടല്ലോ എന്നുള്ള സന്തോഷം മാത്രമാണ് ആരുടെ മനസ്സിൽ? ബസാനിയോടെ. വേറൊന്നും ഓർത്തില്ല. ഇന്നാ നിന്റെ പൈസ എന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് കൊടുക്കാൻ റെഡിയായി. ബട്ട് പോർഷ്യ സ്റ്റോപ്ഡ് ഹിം. പക്ഷേ പോർഷ്യ സമ്മതിച്ചില്ല. സെയിങ് സ്ലോലി, ദർ ഇസ് നോ ഹേസ്റ്റ്, ദ മണി ലെൻഡർ ഷോൾ ഹാവ് നത്തിങ് ബട്ട് ദ പെനാലിറ്റി. എന്താണ്? നീ ധൃതിയൊന്നും പിടിക്കണ്ട. ഈ മണി ലെൻഡർ, അതായത് ഷൈലോക്കിന് എന്ത് വേണം എന്നാ പറഞ്ഞത്? അയാൾക്ക് പൈസയൊന്നും വേണമെന്ന് പറഞ്ഞില്ല. അയാൾക്ക് പെനാലിറ്റി, അതിന് പകരമായിട്ട് എന്താ പെനാലിറ്റി ആയിട്ട് ചോദിച്ചത്? ആ മാംസമാണ് അല്ലേ? അയാളുടെ 1 പൗണ്ട് ഫ്ലഷ് ആണ്, അത് മാത്രം മതിയെന്നല്ലേ ഇയാൾ പറഞ്ഞത്. പിന്നെ പൈസ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? Therefore prepare Shylock, cut off the flesh, but mind you shed not a drop of blood. അതുകൊണ്ട് നിനക്കത് മതിയെന്നല്ലേ പറഞ്ഞത്? അപ്പം നീ അതും കൊണ്ട് പോയാൽ മതി. നീ എന്ത് ചെയ്യുക? നീ ആ മാംസം മുറിച്ചെടുത്തോ, പക്ഷേ ബ്ലഡ് ഒന്നും കളയരുത്. If you make a mistake, you are condemned by the laws of Venice to die.
നീ എന്തെങ്കിലും മണ്ടത്തരം ഈ പറയുന്നതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം വരുത്തി ബ്ലഡ് എങ്ങാനും വന്നാൽ നീ എങ്ങോട്ടോ നിയമത്തിൻ്റെ മുന്നിൽ നിന്നെ അവർ നിയമത്തിൻ്റെ മുന്നിൽ നീ പോവേണ്ടി വരും, നീ എന്ത് ചെയ്യേണ്ടി വരും, മരിക്കേണ്ടി വരും. ആൻഡ് ഓൾ യുവർ വെൽത്ത് ഈസ് ഫോർഫീറ്റഡ് ടു ദി സ്റ്റേറ്റ്. എന്നിട്ട് നിൻ്റെ സ്വത്തെല്ലാം ഈ ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റിന് കണ്ടുകെട്ടും. ഗീവ് മീ മൈ മണി ആൻഡ് ലെറ്റ് മീ ഗോ സെഡ് ഷൈലോക്ക്. നീ എൻ്റെ പൈസ താ, ഞാൻ എന്നിട്ട് അങ്ങ് പൊക്കോളാം എന്ന് പറയുന്നു. ഐ ഹാവ് ഇറ്റ് റെഡി ഹിയർ സെഡ് ബസാനിയോ. എൻ്റെ കയ്യിലുണ്ട്, എന്നാ പിടിച്ചോ. ആരാ പറയുന്നത്? ബസാനിയോ. ഷൈലോക്ക് വാസ് ഗോയിങ് ടു ടേക്ക് ദി മണി. പോർഷ്യ അഗെയിൻ സ്റ്റോപ്ഡ് ഹിം. ഷൈലോക്ക് അത് വാങ്ങിക്കാൻ പോകുമ്പം പോർഷ്യ പിടിച്ച് നിർത്തും. സേയിങ് വെയിറ്റ്, ഐ ഹാവ് യെറ്റ് അനദർ ഹോൾഡ് അപ്പോൺ യു. അവിടെ നിൽക്കുക, ഒരു കാര്യം കൂടെ ഉണ്ട്. ബൈ ദ ലോസ് ഓഫ് വെനീസ് your wealth is forfeited to the state for having conspired against the life of one of the citizens. വെനീസിലെ നിയമം അനുസരിച്ച് ഒരു കാര്യമുണ്ട്. അവിടുത്തെ ഒരു സിറ്റിസണിനെ ഇതുപോലെ ഉള്ള ഒരു മരണത്തിലേക്ക് ഇല്ലെങ്കിൽ ഒരു പ്രശ്നത്തിലേക്ക് അയാൾക്കെതിരെ, അയാളുടെ ജീവനെതിരെ ഇങ്ങനൊരു നീക്കം നടത്തിയത് കൊണ്ട് ആൻഡ് യുവർ ലൈഫ് ലൈസ് അറ്റ് ദ മെർസി ഓഫ് ദ ഡ്യൂക്ക്. നിന്നെ ഇനി ആരാണ്, നിന്റെ ജീവിതം എങ്ങനെയാണെന്നുള്ളത് ഇനി ഈ ഡ്യൂക്കിൻ്റെ കയ്യിലിരിക്കുകയാണ്, ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുകയാണ്. എന്താ അവിടുത്തെ ഒരു പൗരനെതിരെ ഗൂഢാലോചന നടത്തിയില്ലേ, അതവിടെ ഒരു കുറ്റമാണ്. ഇനി അതിന് ഇവന് മാപ്പ് കൊടുക്കണമെങ്കിൽ, അതായത് ഷൈലോക്ക് ഇങ്ങനൊരു അന്റോണിയോക്കെതിരെ ഗൂഢാലോചന നടത്തിയില്ലേ, അതിന് അന്റോണിയോക്കെതിരെ ഗൂഢാലോചന നടത്തിയതിന് ഷൈലോക്കിന് മാപ്പ് തരണമെങ്കിൽ അതിന് ഈ കോടതി തീരുമാനിക്കണം. നിന്റെ സ്വത്തൊക്കെ അതുകൊണ്ട് എന്ത് ചെയ്തു, കോടതിയിലേക്ക്, നമ്മുടെ സ്റ്റേറ്റിലേക്ക്, ഈ ഒരു വെനീസിലേക്ക് കണ്ടുകെട്ടി. Therefore, down on your knees, ask him to pardon you. നീ മുട്ടുകുത്തി അദ്ദേഹത്തിനോട് എന്ത് പറയണം? എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞു. The Duke then said to Shylock, ഡ്യൂക്ക് ഷൈലോക്കിനോട് എന്ത് പറയുന്നു? You may see the difference of your belief in God. I pardon you your life before you ask it. ഇനി നീ കണ്ടോളൂ, നമ്മൾ തമ്മിലുള്ള ഈശ്വര വിശ്വാസത്തിൽ നീയും ഞാനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നീ ഇവിടെ നോക്കിക്കോളൂ. എന്നിട്ട് എന്താ പറയുന്നത്? നീ എന്നോട് എന്ത് ചെയ്യാണ്? ഐ പാർഡൺ യു യുവർ ലൈഫ് ബിഫോർ യു ആസ്ക് ഇറ്റ്. നീ ക്ഷമ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നീ എന്നോട് ക്ഷമ ചോദിക്കുന്നതിന് മുന്നേ തന്നെ നിന്നോട് ഞാൻ ഇതാ ക്ഷമിച്ചിരിക്കുന്നു. ഹാഫ് ഓഫ് യുവർ വെൽത്ത് ബിലോങ്സ് ടു അന്റോണിയോ. നിന്റെ സ്വത്തിന്റെ പകുതി ആർക്ക് പോവും? അന്റോണിയോയ്ക്ക് പോകും. അതർ ഹാഫ് കംസ് ടു ദ സ്റ്റേറ്റ്. ബാക്കി വെനീസിൽ തന്നെ വരും. ദി ഡ്യൂക്ക് നൗ റിലീസ്ഡ് അന്റോണിയോ. ഡ്യൂക്ക് എന്നിട്ട് അന്റോണിയോ റിലീസ് ചെയ്യുന്നു. ആൻഡ് ഡിസ്മിസ് ദ കോടതി പിരിച്ചുവിടുന്നു. ഹി ദെൻ ഹൈലി പ്രൈസ് ദ വിസ്ഡം ആൻഡ് ഇൻജെന്യൂറ്റി ഓഫ് ദ യങ് കൗൺസിലർ. അതിനുശേഷം അവിടെ കോടതിയിൽ കേസ് വാദിക്കാൻ വന്ന കൗൺസിലറുടെ ജെനുവിനിറ്റിയെയും അവരുടെ ആ ഒരു ബുദ്ധിയെയും ഒക്കെ ഭയങ്കരമായി പുകഴ്ത്തുന്നു. ആൻഡ് ഇൻവൈറ്റഡ് ഹിം ഹോം ടു ഡിന്നർ. എന്നിട്ട് അത്താഴം കഴിക്കാൻ എൻ്റെ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഭക്ഷണം കഴിക്കാൻ എൻ്റെ വീട്ടിലേക്ക് വരൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. ബട്ട് പോർഷ്യ, ഹു മെന്റ് ടു റിട്ടേൺ ടു ബെൽമോണ്ട് ബിഫോർ ഹർ ഹസ്ബൻഡ് റിഫ്യൂസ്ഡ് ദ ഇൻവിറ്റേഷൻ പൊളൈറ്റ്ലി. പക്ഷേ ബെൽമണ്ടിൽ തിരിച്ച് ആരെത്തും? പോർഷ്യയുടെ ഭർത്താവ് അങ്ങോട്ട് എത്തത്തില്ലേ, ബസാനിയോ അവിടെ എത്തത്തില്ലേ? അതിനു മുമ്പേ പോർഷ്യയ്ക്ക് അവിടെ എത്തണ്ടേ. അതുകൊണ്ട് ഈ ഒരു ക്ഷണം, ഇവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് വിളിച്ച ക്ഷണം വിനയപൂർവ്വം അങ്ങ് നിരസിക്കുന്നു. എനിക്ക് അവിടെ എത്തണ്ടേ, അതുകൊണ്ട് നിരസിക്കുന്നു. വെൻ ദ ഡ്യൂക്ക് ലെഫ്റ്റ് ദി കോർട്ട്, ബസാനിയോ സെഡ് ടു ബെൽത്താസാർ. ഡ്യൂക്ക് ആ കോടതി വിട്ടു പോകുമ്പോൾ നമ്മുടെ ബസാനിയോ വന്ന് ബെൽത്താസാറിനോട് എന്ത് പറയുന്നു? മോസ്റ്റ് വർത്തി ജെന്റിൽമാൻ, അങ്ങേയറ്റം വിലപിടിപ്പുള്ള ജെന്റിൽമാൻ, I and my friend Antonio have been acquitted of grievous penalties by your wisdom, and I beg you to accept the 3,000 ducats due to Shylock. എന്താ പറയുന്നത്? പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങളുടെ ഈ ഒരു അറിവ് കൊണ്ടാണ് ഞാനും എൻ്റെ സുഹൃത്തും ഇത്രയും ദാരുണമായ ഒരു പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടുന്നത്. പിന്നെന്ത് പറയും? ഷൈലോക്കിന് കൊടുക്കാൻ വെച്ചിരുന്ന ഈ ഒരു 3000 ഡക്കറ്റ്സ് നീ എന്ത് ചെയ്യുക? നിങ്ങൾ എടുക്കൂ എന്ന് പറഞ്ഞ് നൽകുന്നു. ബട്ട് പോർഷ്യ വാസ് നോട്ട് റെഡി ടു അക്സെപ്റ്റ് ദ മണി. പക്ഷെ പോർഷ്യ പൈസ വാങ്ങിയില്ല. ബസാനിയോ അഗെയിൻ പ്രസ്ഡ് ബെൽത്താസാർ ടു അക്സെപ്റ്റ് സം റിവാർഡ്. ബസാനിയോ വീണ്ടും എന്ന് പറഞ്ഞു, എന്തെങ്കിലും ഒന്ന് ഞങ്ങളുടെ കയ്യിൽ നിന്നും പ്രതിഫലമായി വാങ്ങണമെന്ന് പറയുന്നു. ഇറ്റ് കെയിം ഇൻ ടു പോർഷ്യാസ് മൈൻഡ് ടു പ്ലേ എ ട്രിക്ക് അപ്പോൺ ഹർ ഹസ്ബൻഡ്. അപ്പോഴാണ് ഭർത്താവിൻ്റെ അടുത്തൊന്ന് ഒരു പണി കൊടുക്കാം, ഭർത്താവിനെ ഒന്ന് കളിപ്പിക്കാമെന്ന് ചിന്തിക്കുന്നത്. ഷീ സെഡ്, ഗീവ് മീ യുവർ റിംഗ്. എന്നാ ഒരു കാര്യം ചെയ്യും, കൈ കിടക്കുന്ന മോതിരം എനിക്ക് താ. ഐ വിൽ വെയർ ഇറ്റ് ഫോർ യുവർ സേക്ക്. നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ അതിട്ടോളാം എന്ന് പറയുന്നു. ബസാനിയോ വാസ് ഡിസ്ട്രസ്ഡ് വെൻ ദ കൗൺസിലർ ആസ്ക്ഡ് ഹിം ദ ഓൺലി തിങ് ഹി കുഡ് നോട്ട് പാർട്ട് വിത്ത്. അപ്പോൾ ബസാനിയോയ്ക്ക് വിഷമായി, എനിക്ക് ആർക്കും കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ വേറൊരാൾക്ക് നൽകാൻ പറ്റാതെ സൂക്ഷിച്ചിരിക്കുന്ന ഒരേ ഒന്ന് വിവാഹമോതിരമാണല്ലേ. അപ്പോൾ അതുകൊണ്ട് വിഷമമായി. ഹി റിപ്ലൈഡ് ദാറ്റ് ഹി കുഡ് നോട്ട് ഗീവ് ഹിം ദ റിംഗ് ബിക്കോസ് ഇറ്റ് വാസ് ഹിസ് വൈഫ്സ് ഗിഫ്റ്റ്.
എന്ത് പറയുന്നു? ഇതെൻ്റെ വൈഫ് തന്ന സമ്മാനമാണ്, അതുകൊണ്ട് എനിക്കിത് നൽകാൻ പറ്റില്ല. ഹി ഹാഡ് പ്രോമിസ്ഡ് ഹെർ നെവർ ടു പാർട്ട് വിത്ത് ഇറ്റ്. ഞാനിത് ആർക്കും കൊടുക്കില്ല എന്ന് അവളോട് പറഞ്ഞിട്ടുണ്ട്. അറ്റ് ദിസ് പോർഷ്യ പ്രിറ്റൻഡഡ് ടു ബി ഒഫൻഡഡ് ആൻഡ് ലെഫ്റ്റ് ദി കോർട്ട്. എന്താ അതിൽ ക്ഷോഭിച്ചതുപോലെ അഭിനയിച്ച് പോർഷ്യ കോടതി വിട്ടങ്ങ് പോയി. ഡിയർ ബസാനിയോ സെഡ് അന്റോണിയോ, ലെറ്റ് ഹിം ഹാവ് ദ റിംഗ്. എൻ്റെ പ്രിയപ്പെട്ട ബസാനിയോ, നീ അയാൾക്കതങ്ങ് നൽകിയേരെ. ലെറ്റ് മൈ ലവ് ആൻഡ് ദ ഗ്രേറ്റ് സർവീസ് ഹി ഹാഡ് ഡൺ ഫോർ മീ ബി വാല്യൂഡ് അഗൈൻസ്റ്റ് യുവർ വൈഫ്സ് ഡിസ്പ്ലഷർ. നമ്മുടെ വൈഫിൻ്റെ ചെറിയൊരു ഇഷ്ടക്കേടൊന്നും നീ നോക്കണ്ട. അയാൾ നമ്മൾക്ക് ചെയ്ത ഇത്രയും വലിയൊരു ഉപകാരം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സർവീസ് നീ ഓർക്കണം. അതുകൊണ്ട് അത് അവരുടെ കയ്യിൽ കൊടുക്കുക. Ashamed to seem ungrateful, Bassanio yielded and sent the ring to Balthasar. ഒരു നന്ദിയില്ലാത്തവനാണോ ഞാൻ എന്നുള്ള ഒരു രീതിയിൽ ലജ്ജിച്ച് തല താഴ്ത്തിക്കൊണ്ട് ബസാനിയോ അന്റോണിയോ പറഞ്ഞത് കേട്ടുകൊണ്ട് എന്ത് നൽകുന്നു? ഈ ഒരു റിങ് ആർക്ക് കൊടുക്കുന്നു? ആ ബൽത്താസാറിന് കൊടുക്കുന്നു. പോർഷ്യ റിട്ടേൺഡ് ഹോം ഹാപ്പിലി ഹാവിംഗ് പെർഫോംഡ് എ ഗുഡ് ആക്ഷൻ. ഒരു നല്ല കാര്യം ചെയ്തു എന്നുള്ള മനസ്സ് സന്തോഷത്തോടു കൂടി പോർഷ്യ തിരിച്ചു പോകുന്നു. അറ്റ് ബെൽമൗണ്ട് ഷീ വെയിറ്റഡ് ഫോർ ഹർ ഹസ്ബൻഡ്. അവിടെ ആരെ കാത്തിരിക്കുക? ഭർത്താവിനെ കാത്തിരിക്കുക. വെൻ ബസാനിയോ അറൈവ്ഡ് അക്കംപനീഡ് ബൈ അന്റോണിയോ ഹർ ഐസ് ഇമ്മീഡിയറ്റ്ലി ഫെൽ അപ്പോൺ ഹിസ് എംപ്റ്റി ഫിംഗേഴ്സ്. എന്താണ്? അപ്പോൾ ബസാനിയോ ആരുടെ കൂടെ വരുന്നത്? അന്റോണിയോയും കൂട്ടിയാണ് ബെൽമോണ്ടിലേക്ക് എത്തുന്നത്. ആദ്യം പോർഷ്യ എങ്ങോട്ടാണ് നോക്കിയത്? നമ്മുടെ ബസാനിയോയുടെ വിരലുകളിലേക്കാണ് നോക്കിയത്. വിരലുകളിൽ മോതിരം ഇല്ല. ആൻഡ് ആസ്ക്ഡ് ഹിം അബൌട്ട് ഹിസ് വെഡ്ഡിംഗ് റിംഗ്. കല്യാണമോതിരം എവിടെ എന്ന് ചോദിച്ചു. I gave it to the lawyer who saved Antonio's life, Bassanio said. ബസാനിയോ എന്താ പറയുന്നത്? അന്റോണിയോയുടെ ജീവൻ രക്ഷപ്പെടുത്തിയ ആ അഡ്വക്കേറ്റിന്, ആ ഒരു വക്കീലിന് ഞാൻ എന്ത് കൊടുത്തു? ഈ ഒരു മോതിരം കൊടുക്കേണ്ടി വന്നു. ഹിയറിംഗ് ദിസ് പോർഷ്യ ലുക്ക്ഡ് വെരി ആംഗ്രി. ഇത് കേട്ടപ്പം പോർഷ്യയ്ക്ക് ഭയങ്കര ദേഷ്യം. ആൻഡ് റിപ്രോച്ചിങ് ബസാനിയോ, ദേഷ്യം നടിച്ചുകൊണ്ട് അന്റോണിയോയുടെ അടുത്തേക്ക് ചെന്നു. ഷീ സെഡ്, നോ യു ലൈ. നിങ്ങൾ കള്ളം പറയുകയാണ്. യു ഗേവ് ഇറ്റ് ടു സം അതർ വുമൺ. നിങ്ങളത് വേറെ ഏതോ പെണ്ണുങ്ങൾക്ക് കൊണ്ടുപോയി കൊടുത്തു. ഹി സെഡ് വിത്ത് ഗ്രേറ്റ് ഏണസ്റ്റ്നെസ്, നോ വുമൺ ഹാഡ് ഇറ്റ്. അയ്യോ ഇല്ല, അങ്ങനൊന്നുമില്ല, ഒരു സ്ത്രീയും അത് കൊണ്ടുപോയിട്ടില്ല. ദ യങ് ലോവർ ഹു റെഫ്യൂസ്ഡ് 3000 ducats ഓഫ് മീ ബെഗ്ഡ് ഫോർ ദ റിംഗ്. എന്താണ്? ആ യങ് ആയിട്ടുള്ള വക്കീലില്ലേ, അവർ 3000 ducats വേണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ മോതിരവാ ചോദിച്ചത്. വാട്ട് കുഡ് ഐ ഡു സ്വീറ്റ് പോർഷ്യ? ഞാൻ എന്ത് ചെയ്യും പ്രിയപ്പെട്ട പോർഷ്യ? ഹിയറിംഗ് ദ കോറൽ ബിറ്റ്വീൻ ദ കപ്പിൾ, അന്റോണിയോ സെഡ്. ഈ രണ്ടുപേരും നമ്മളുടെ വഴക്കൊക്കെ കേട്ടപ്പോൾ അന്റോണിയോ എന്താ പറയുന്നത്? ഐ ആം ദ അൺഹാപ്പി കോസ് ഓഫ് ദീസ് കോറൽസ്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണക്കാരൻ ഞാനാണല്ലോ. പോർഷ്യ കൺസോൾട്ടഡ് അന്റോണിയോ നോട്ട് ടു ഗ്രീവ്. പോർഷ്യ അന്റോണിയോട് എന്ത് പറയുന്നത്? നിങ്ങൾ വിഷമിക്കണ്ട. ദെൻ അന്റോണിയോ സെഡ്, ഐ വൺസ് ഡിഡ് ലെൻഡ് മൈ ബോഡി ഫോർ ബസാനിയോസ് സേക്ക്. എന്താണ്? ഞാൻ ഒരിക്കൽ എൻ്റെ ശരീരം ആരെ സംരക്ഷിക്കാൻ വേണ്ടി നൽകി? ബസാനിയോയെ. ബട്ട് ഫോർ ഹിം ടു ഹൂം യുവർ ഹസ്ബൻഡ് ഹാവ് ദ റിംഗ് ഐ ഷുഡ് ഹാവ് നോട്ട് ബീൻ ഡെഡ്. എന്താണ്? ആർക്കാണോ നിങ്ങളുടെ ഭർത്താവ് ആ മോതിരം കൊടുത്തത്, അയാളില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ മരിച്ചേനെ, ഞാൻ ജീവിച്ചിരിക്കില്ലായിരുന്നു. ഐ സ്വയർ യുവർ ലോർഡ് വിൽ നെവർ മോർ ബ്രേക്ക് ഹിസ് വേർഡ് വിത്ത് യു. എന്താ? ഞാൻ ഒരിക്കലും നിങ്ങളോട് നിങ്ങളുടെ ഹസ്ബൻഡ് എന്ത് ചെയ്യില്ല, വാക്കൊന്നും തെറ്റിക്കില്ല എന്ന് ഞാനിവിടെ സത്യം ചെയ്യുകയാണ്. ദെൻ യു ഷോൾ ബി ഹിസ് ഷോർട്ടി സെഡ് പോർഷ്യ ടു അന്റോണിയോ. എന്താ? അപ്പോൾ നിങ്ങൾക്ക് അയാളുടെ ഉറപ്പുണ്ടാകണമെന്ന് അന്റോണിയോയോട് പോർഷ്യ പറയുന്നു. ഗിവ് ഹിം ദിസ് റിംഗ് ആൻഡ് ബിഡ് ഹിം കീപ് ഇറ്റ് ബെറ്റർ ദാൻ ദി അതർ. സോ സേയിങ് ഷീ ഗേവ് എ റിംഗ് ടു ഹിം. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഒരു മോതിരം, ഗിവ് ഹിം ദിസ് റിംഗ്, ഒരു മോതിരം അന്റോണിയുടെ കൈ കൊടുത്തിട്ട് എന്താ പറഞ്ഞാൽ, ഇത് അദ്ദേഹത്തിന് കൊടുക്കുക. ആൻഡ് ബിഡ് ഹിം കീപ് ഇറ്റ് ബെറ്റർ ദാൻ ദി അതർ. മറ്റേത് സൂക്ഷിച്ചണക്കല്ല, ഇത് അതിനേക്കാളും നല്ലോണം സൂക്ഷിച്ചോ എന്ന് പറഞ്ഞ് ഇത് കൊടുക്കുക എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. സോ സേയിങ് ഷീ ഗീവ് ഹിം എ റിംഗ് ടു ഷീ ഗേവ് എ റിംഗ് ടു ഹിം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു മോതിരം അങ്ങ് കൊടുക്കുന്നു. വെൻ ബസാനിയോ ലുക്ക്ഡ് അറ്റ് ദ റിംഗ് ഹി വാസ് സ്ട്രേഞ്ച്ലി സർപ്രൈസ്ഡ് ടു ഫൈൻഡ് ഇറ്റ് വാസ് ദ സെയിം ഹി ഹാഡ് ഗിവൻ എവേ. അന്റോണിയോ മോതിരം കണ്ട് ഞെട്ടി. എന്നിട്ട് എന്താ പറയുന്നത്? ഈ മോതിരമാണല്ലോ ഞാൻ ആ വക്കീലിന് കൊടുത്തത് എന്ന് കരുതി സർപ്രൈസ്ഡ് ആവുന്നു. ദെൻ പോർഷ്യ ടോൾഡ് ഹിം ഹൗ ഷീ ഹാഡ് ബീൻ ദ യങ് കൗൺസിലർ ആൻഡ് നെറിസ ഹർ ക്ലബ്. അതിനുശേഷം പോർഷ്യ കഥ പറയുന്നു. ഞാനാണ് അവിടെ വക്കീലായിട്ട് വന്നതും എൻ്റെ കൂട്ടുകാരി നെറിസയാണ് എൻ്റെ ഗുമസ്തനായിട്ട് അല്ലെങ്കിൽ ക്ലർക്കായിട്ട് അവിടെ വന്നതും എന്നൊക്കെ പറയുന്നു. പോർഷ്യ ദെൻ ഗേവ് ഹിം എ ലെറ്റർ വിച്ച് കണ്ടെയ്ൻഡ് എ ഹാപ്പി മെസ്സേജ് ഓഫ് അന്റോണിയോസ് ഷിപ്സ് supposed to be lost safely arriving in the harbor.
ഇത് കഴിഞ്ഞ് പോർഷ്യ ഒരു ലെറ്ററും കൂടി കൊടുക്കുന്നു. ആ ലെറ്ററിൽ എന്താ എഴുതിയിരുന്നേ? അന്റോണിയോയുടെ ഷിപ്പൊക്കെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ, അതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അതൊക്കെ വളരെ സേഫായിട്ട് ഹാർബറിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. സോ ദ ട്രാജിക്കൽ ബിഗിനിങ്സ് ഓഫ് ദിസ് റിച്ച് മെർച്ചന്റ് സ്റ്റോറി വെയർ ഓൾ ഫോർഗോട്ടൻ ഇൻ ദിസ് അൺഎക്സ്പെക്റ്റഡ് ഗുഡ് ഫോർച്യൂൺ വിച്ച് ഫോളോഡ്. സോ ദ ട്രാജിക്കൽ ബിഗിനിങ്സ് അല്ലേ, തുടക്കത്തിൽ ഭയങ്കര ദുരന്തമായിട്ട് ഒക്കെ ദാരുണമായിരുന്ന പ്രശ്നങ്ങളൊക്കെ സ്റ്റോറി വെയർ ഓൾ ഫോർഗോട്ടൻ, അങ്ങനത്തെ ദുരന്ത കഥകളൊക്കെ അങ്ങ് മറന്നു. ഇൻ ദിസ് അൺഎക്സ്പെക്റ്റഡ് ഗുഡ് ഫോർച്യൂൺ വിച്ച് ഫോളോഡ് ഇല്ലേ, ഈ പ്രശ്നങ്ങൾക്കിടയിൽ വളരെ സന്തോഷകരമായ കാര്യമല്ലേ പിന്നീട് വന്നത്, അപ്പോഴേക്കും ആ കഴിഞ്ഞ ദുഃഖങ്ങളൊക്കെ എല്ലാവരും അങ്ങ് മറന്നു. ദെയർ വാസ് ലെഷർ ടു ലോഫ് അറ്റ് ദ കോമിക്കൽ അഡ്വഞ്ചർ ഓഫ് ദ റിംഗ് ആൻഡ് ഓൾസോ അറ്റ് ദ ഹസ്ബൻഡ് ഹു ഡിഡ് നോട്ട് നോ ഹിസ് ഓൺ വൈഫ്. ഇനി എന്താണ്, ആ മോതിരത്തിൻ്റെ കഥ പറഞ്ഞ് ചിരിക്കാൻ കുറേ സമയം എല്ലാവർക്കും കിട്ടി. അത് മാത്രമാണോ, ഭാര്യയെ വേഷം മാറി വന്നിട്ട് ഭാര്യയെ മനസ്സിലാവാത്ത ഭർത്താവിൻ്റെ കാര്യവും പറഞ്ഞ് എല്ലാവരും ചിരിച്ചു. എങ്ങനെയുണ്ടായിരുന്നു കഥ? നല്ല കഥയല്ലേ? നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയൊന്നും അല്ലല്ലേ, ഒരുപാട് ട്വിസ്റ്റുള്ള കഥയാണ്. അപ്പോൾ ഷേക്സ്പിയറിൻ്റെ വർക്കുകളൊക്കെ മിക്കവാറും ഉള്ളതൊക്കെ ഇങ്ങനെ തന്നെയാണ്. സമയം കിട്ടുവാണെങ്കിൽ നമ്മൾ മറ്റേ ചാനലിനകത്തെങ്കിലും ഓരോ വർക്കുകളെ പറ്റിയിട്ട് പറയാനായിട്ട് ഞാൻ ശ്രമിക്കാം. പിന്നെ നമുക്ക് സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്, കാര്യം കുറേ ക്ലാസ്സുകൾ എടുത്ത് തീർക്കാനുണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് എല്ലാം കുറച്ച് പെൻഡിങ് ആയി പോകുന്നത്. ആഗ്രഹിക്കുന്ന പോലെ എല്ലാം ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്തിലുള്ളത്. നല്ലൊരു കഥയാണ്, വായിച്ചാൽ എളുപ്പം മനസ്സിലാവും. സിമ്പിൾ ലാംഗ്വേജിലാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് പഠിക്കുക. 9ാം ക്ലാസ്സിലെ എല്ലാ വീഡിയോസും നമ്മൾ ചെയ്യുന്നതാണ്. ആദ്യത്തെ 3-4 പാഠങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ നോട്ട്സൊക്കെ തന്നിട്ടുണ്ട്, അതൊക്കെ കാണുക. ഉടനെ തന്നെ അതിൻ്റെ മറ്റ് വീഡിയോസും ചെയ്യുന്നതായിരിക്കും. നന്നായിട്ട് പഠിക്കണം. ഓൾ ദ ബെസ്റ്റ്.